Hey guys, welcome to another helipad vlog. കുറച്ച് നാളായി ഇതിൻ്റെ വണ്ടിയിൽ വലിഞ്ഞേറിയിട്ട്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കാർത്തിക്കും അവരൊക്കെ വന്നപ്പോൾ ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറിയതായിരുന്നു. ഇന്ന് ഞാൻ ഇതിൻ്റെ വണ്ടിയിൽ കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Q&A ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ ചോദിക്കട്ടെ എനിക്ക് അതിൻ്റെ ആ ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂഡില്ലായിരുന്നു ഗൈസ്, ഫുൾ ഡൗൺ ടൈമായിരുന്നു. സോ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് കുറച്ച് ഈ ഒരു വ്യൂവും ഇതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചൊരു ചില്ല് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു. എന്തൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. സോ നമുക്ക് Q&Aയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ ഫോണിലാണല്ലോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ ഫോണിൽ പോസ്റ്റ് എടുത്ത് ക്വസ്റ്റ്യൻ എടുക്കട്ടെ ആദ്യം. ഹലോ ഗൈസ്, അങ്ങനെ ബാക്ക് ഇൻ ആക്ഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ പോയിട്ട് ഈ ഡെഡ് കാറ്റ് എടുക്കാൻ പോയതാണ്. ഭയങ്കര വിൻഡ്, അപ്പോൾ ഒടുക്കത്തെ വിൻഡ് നോയ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് സാധനം വെച്ച് നോക്കാം സൗണ്ട് ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ വായിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല ഗൈസ്, ഏതൊക്കെയോ 1-2 എണ്ണം ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കണ്ടു എന്നല്ലാതെ ചിലതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ അപ്പോൾ ഓൾറെഡി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ Q&Aയിൽ ആൻസർ ആയിട്ടുള്ളത് ഇതിൽ ഞാൻ ചെയ്യുന്നില്ല, റിപ്പീറ്റ് സാധനം ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് സീ ഈ പ്രാവശ്യം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെന്നൊന്ന് നോക്കാം. SW ആർക്ക്, ഈ ആർക്ക്, നിങ്ങളുടെ സിബ്ലിങ്സ് സ്റ്റോറി കൊള്ളാം, അതുപോലെ കുറച്ചുകൂടി ഷെയർ ചെയ്യാമോ? ഇപ്പോൾ സിബ്ലിങ് സ്റ്റോറി എനിക്ക് തോന്നുന്നു നിങ്ങളത് മറ്റേ കാർത്തിക്കിൻ്റെ വീഡിയോയിൽ മൊത്തം ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറീസാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പം ആ ഫണ്ണി സ്റ്റോറീസ് എന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ കഴിച്ച് നമ്മൾ തന്നെ ലൈഫ് കുറച്ച് മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഓരോരോ എസ്കേപ്പ് മെക്കാനിസമാണ്. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ്ലിങ് സ്റ്റോറീസ് മൊത്തം ഗൈസ് കുറച്ചൊരു ഒത്തിരി പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറേ സ്റ്റോറീസാണ്. അത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് നമ്മൾ പറയില്ല. അതൊക്കെ നമ്മൾ വെറുതെ അത് പറഞ്ഞ് സെൻഡിയായി അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ മറ്റേ എമ്പതി നോക്കി അതിൻ്റെ ഒരു നമുക്കതിൽ വലിയ താല്പര്യമില്ല ഗൈസ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ഇൻസ്റ്റൻസിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വി ഹാഡ് ഒരു ട്രബിൾസം ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണ്. അപ്പം ആ ഒരു ഇതിൽ ഇടയ്ക്ക് ഇതേപോലെ കുറേ കോമഡി സാധനങ്ങളുള്ളത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഈ ചുമ്മാ ചിരിച്ച് കഷ്ടപ്പാടുകൾ മറക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടണ ഓരോ തമാശയും ചളിയടിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊന്നൊരു സ്റ്റോറി ആയിട്ട് പറയാനുള്ളതൊന്നുമില്ല. ബേസിക്കലി ഞാൻ പറഞ്ഞേ നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് തമാശ പറയും, ആൾക്കാരെയൊക്കെ ഭാവിയിൽ നമ്മൾ തగ్గടിക്കുന്ന കേസും അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ നമ്മൾ ആ സമയത്തെ ഇങ്ങനെ ഡ്രീം ചെയ്യുമായിരുന്നു ഒരു ലൈഫ്, ഇങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ബോണ്ടും സത്യം പറഞ്ഞാൽ നമുക്ക് മൂന്നുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഏതൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പൊങ്ങി വന്നതെന്നുള്ളതും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയതെന്നും എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി സ്വബോധത്തോടെ ഇരിക്കുന്നതും ഏതൊരു കണ്ടീഷനിലാണെന്നുള്ളതെല്ലാം നമ്മൾ മൂന്നുപേർക്കും നല്ല വൃത്തിയായിട്ട് അറിയാം. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൂടെ ഉള്ളവരൊക്കെ അന്നുണ്ടായിരുന്നോ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ നമുക്ക് മനസ്സിലായോ. അപ്പം അതുകൊണ്ട് കോമഡി സ്റ്റോറി കുറവാണ് ഗൈസ്. അതൊക്കെ നമ്മൾ വെറുതെ ടൈം പാസ് ആൻഡ് മനസ്സമാധാനത്തിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ എസ്കേപ്പ് റൂട്ടായിരുന്നു ഗൈസ്. ബാക്കി മൊത്തം ഹൊറിബിൾ സ്റ്റോറീസാണ്. അത് നമ്മൾ ഷെയർ ചെയ്യൂല, അത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. ഒന്നാമത്തെ കാര്യം ബിക്കോസ് ഒത്തിരി പേര് ഇതേപോലെ കഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മൾ പറയുമ്പോൾ അവർക്കൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷേ വെറുതെ എന്തിനാണ് ഈ ആൾക്കാർ ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും നമ്മൾ സങ്കടപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാം. റാഷണൽ ആനിമൽ, ഹൗ ടു ബി ഓൾവേസ് കാം, ഹൗ ഡു യു ഫേസ് ബേൺ ഔട്ട്. ഓയ്യോ, ഹൗ ടു ബി ഓൾവേസ് കാം എന്ന് പറയുന്നത് ഞാൻ ബേൺ ഔട്ടായിട്ട് ഇരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ കാമായിട്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പം എനിക്കൊരു ക്രിയേറ്റീവ് ബേൺ ഔട്ട് അല്ലെങ്കിൽ ഞാനൊരു പേഴ്സണൽ ലൈഫിലെ ബേൺ ഔട്ട് വല്ലതും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ക്വയറ്റാണ്. ഞാൻ അധികം സംസാരിക്കാറില്ല, ഞാൻ ആൾക്കാരെ കാണാൻ പോകാറില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും, എൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ബേൺ ഔട്ട് ഫേസസ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫിൽ കൂടുതലും. ബിക്കോസ് ഭയങ്കര സെൻസിറ്റീവാണ് ഞാൻ. എനിക്ക് ചെറുതിലേ മുതലേ മേ ബി ആ ഒരു വളർന്നു വന്നതിൻ്റെ ഇതാണോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ ഒരു ഇതാണോ എന്നറിയത്തില്ല. ബട്ട്
ഐ ഹാവ് ഓൾവേസ് ബീൻ എ സെൻസിറ്റീവ് പേഴ്സൺ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഞാൻ പിണങ്ങാൻ, ഞാൻ അടിയുണ്ടാക്കാൻ, ഞാൻ വഴക്കിടാൻ, സങ്കടപ്പെടാൻ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ കാര്യം മതി. അപ്പം അത് പലപ്പോഴും ആൾക്കാർക്ക് അത് മനസ്സിലാവാറില്ല. പിന്നെ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. ബേസിക്കലി ഇപ്പം അങ്ങനെ എനിക്കൊരു ബേൺ ഔട്ട് ഫേസ് അല്ലെങ്കിൽ ഒരു ലോ ഫേസ് ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ എൻ്റെ ആ ഒരു റൂമിൽ അങ്ങ് ഇരിക്കും. അത് എന്നെ അറിയാമെന്നുള്ള ഒരു എല്ലാവർക്കും അറിയാം ഗൈസ്. ഞാൻ എൻ്റെ റൂമും അതെൻ്റെ ഒരുമാതിരി മറ്റേ കംഫർട്ട് സ്പേസാണ്. അപ്പം അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ സന്തോഷം വന്നു കഴിഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ എൻ്റെ പുറത്തൊക്കെ പോകുന്നതും കാർത്തിക്കിൻ്റെയൊക്കെ കൂടെ കറങ്ങി കിടക്കുന്നതും. ആ ഒരു സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ടൈമാണ്. പക്ഷേ അല്ലാത്തപ്പം ഞാൻ അങ്ങനെ അധികം ഇറങ്ങാറില്ല ഗൈസ്. ഒരു മിനിറ്റ്, ട്രെയിൻ പോകുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ട്രെയിനൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകും, രക്ഷയില്ല. പല പല സംഭവങ്ങൾ കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടം. വെള്ളം കാണണമെങ്കിൽ വെള്ളം കാണാം. ഇതപ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതുകൊണ്ട് വാട്ടർ മെട്രോ പോകുന്നതാണ്. ആ വഴി വാട്ടർ മെട്രോ പോകും, ഈ വഴി ട്രെയിൻ പോകും. അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷനും കാണാം. അതായത് 3 സ്ഥലങ്ങളും നമ്മുടെ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അത്യാവശ്യം നൈസാണ്. നമുക്കൊരു കൊച്ചിയുടെ ആ ഒരു മൂവ്മെൻറ്റ് മൊത്തം കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊന്നും അധികം ആരും വരാറില്ലെന്ന് തോന്നുന്നു. ഞാൻ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത് ഗൈസ്. സോ ലെറ്റ്സ് സി. അത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വല്ല ക്വസ്റ്റ്യൻ പറയാൻ ആൻസർ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം വേണമല്ലോ. അത് എനിക്കിങ്ങനെ നടന്ന് സംസാരിക്കുന്നത് ഒരു ചെറിയൊരു വീക്ക്നെസ്സാണ് ഗൈസ്. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും. റൂമിൻ്റെ അകത്താണെങ്കിൽ പോലും ഞാൻ നടക്കും. അത് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് സ്ട്രെസ് മേ ബി. ഓടെ കൈ എനിക്ക് പൊക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ. ഓക്കെ ഗൈസ്, മൂവിങ് ഓൺ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് NK Tales ചോദിച്ചേക്കണേ, വാട്ട് മേക്സ് യു മോർ എക്സൈറ്റഡ് അതർ ദാൻ ഫുഡ് ആൻഡ് ഫ്രണ്ട്സ്? ഫോട്ടോഗ്രാഫി ഗൈസ്. എനിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫി എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു സാധനമാണ്. പക്ഷേ തിങ് ഈസ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പം ആ ഒരു ക്രിയേറ്റീവ് ബേൺ ഔട്ടിലാണ് ഞാൻ. ലൈക്ക് കുറച്ച് ആ സെൽഫ് ഡൗട്ട് സംഭവം ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോഴും റെലവൻ്റ് ആണോ, നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി സ്റ്റൈലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒത്തിരി അങ്ങോട്ട് മാറിയല്ലോ, നമ്മളൊരു ഇൻഡസ്ട്രി മാറി, ആൾക്കാരുടെ അപ്രോച്ച് മാറി, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനത്തിനെ കാണുന്നതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസൊക്കെ എനിക്കുണ്ട്. സോ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. അത് ഞാൻ ഈ ചെയ്യുന്ന സാധനങ്ങൾ നല്ലതാണോ അല്ലേ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട് കേസ് ഇപ്പം. പിന്നെ യുവർ സ്റ്റാറ്റസ് നൗ സിംഗിൾ ഓർ കമ്മിറ്റഡ്, ഇഫ് നോ വൈ? ഗൈസ് അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത് ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. അതിപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പം നമുക്കൊരു സിംഗിളായിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് ആരുടെയും പേഴ്സണൽ ആരുടെയും ഒരു തീരുമാനിച്ചുറപ്പിച്ച സംഭവമല്ല. സിംഗിൾ അല്ലാതാവാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ തിങ് ഈസ്, നമ്മൾ എൻഡ് ഓഫ് ദ ഡേ വീണ്ടും ഒറ്റപ്പെട്ടു പോകും ഗൈസ്. അതായത് ഇപ്പോൾ ഒറ്റപ്പെട്ടതിൻ്റെ കേസ് തന്നെ പറയുകയാണ് ഗൈസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനൊരു കറക്റ്റ് ഒരു ഇതും വരും, ഒരു വീഡിയോ റെഫറൻസ് കണ്ടോ, ആ ഒരു സാധനം കണ്ടോ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏകദേശം അതേ അവസ്ഥയാണ് ഇപ്പോൾ ലൈഫിൽ. ആൾക്കാരുണ്ട്, കൂടുതലും കെയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്ത് ഞാൻ പറഞ്ഞേ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സേഫ് സ്പേസ് എന്ന് തോന്നുന്ന ഒരാൾ വേണം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധനം ഗ്യാരൻറ്റീഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഗൈസ്. അങ്ങനെ ഒരു ആളെ നമുക്ക് എന്തെങ്കിലും കണ്ട് കിട്ടുമ്പോൾ വി ക്യാൻ ചേഞ്ച് അവർ സ്റ്റേറ്റസ് എന്നുള്ളത് മാത്രമേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പ്രതീക്ഷയെ കൊണ്ട് ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ കുറ്റവും കുറവും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓക്കെ ഡെഫിനറ്റ്ലി. ഇപ്പം എനിക്ക് സിംഗിളായിട്ട് തന്നെ ജീവിച്ച് മരിക്കണമെന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു തഗ് ലൈഫ് സെറ്റപ്പ് ഒന്നുമില്ല നമുക്കൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ലൈഫിൽ അങ്ങനെ വലിയ കംപ്ലയിൻസോ സങ്കടങ്ങളോ ഒന്നുമില്ല. പക്ഷെ ചില സമയത്ത് എനിക്ക് ആകെ കൂടെ വിഷമം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലോൺലി ആകുമ്പോഴാണ്. ലൈക്ക് എൻ്റെ ഒബ്വിയസ്ലി എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്കൊരാൾ വേണമെന്ന് തോന്നും. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മനസ്സിലാക്കുന്ന ഒരാൾ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അപ് ടു മുകളിലിരിക്കുന്ന ആൾ ഗൈസ്. അതുകൊണ്ട് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ദാറ്റ്. ഉമ്മിയായ ഒരു ട്രാവൽ സീരീസ് എപ്പോൾ ഉമ്മാക്ക് അതിനുള്ള താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഉമ്മ അങ്ങനെ കംഫർട്ടബിൾ അല്ല. ഷീ റെസ്പെക്ട്സ് അവർ പ്രൈവസി. അപ്പം ഇടയ്ക്ക് ഇപ്പോൾ ഷാസ് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഒരു
ടെക് മമ്മി എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ആ ഒരു ഫോണിൻ്റെ എക്സ്പ്രഷനും ഉമ്മയുടെ റെസ്പോൺസും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉമ്മയുടെ മുഖം കാണിക്കുന്നത്. പക്ഷേ അതല്ലാതെ ഉമ്മക്ക് കുറച്ച് പ്രൈവസി കൺസേൺസ് ഉണ്ട്. ഉമ്മക്ക് അത് ഒട്ടും താല്പര്യമില്ല അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാനോ. അത് നമ്മളും ഫോഴ്സ് ചെയ്യണില്ല. ലൈക്ക് ഇഫ് ഷീ ഈസ് നോട്ട് കംഫർട്ടബിൾ നമ്മളെന്തിനാണ് പിന്നെ കുത്തിത്തിരിവി ഇത് നമ്മളെ വീഡിയോയിലോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. പുള്ളിക്കാരി ചില്ലൊക്കെയാണ്. ഇപ്പം കാർത്തിക്കിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പുള്ളിക്കാരി കോമഡി അടിക്കും, തഗ് ഡയലോഗ് അടിക്കും. പക്ഷെ അത്യാവശ്യം ചമ്മലും ഉമ്മാക്കും ആ ഒരു പ്രൈവറ്റായിട്ട് നടക്കണം എന്നുള്ളൊരിതുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഇപ്പം ഞാനും അങ്ങനെ ഒരാളായിരുന്നു. എനിക്കും ഒത്തിരി പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഷാജിൻ്റെ വീഡിയോയിലൊക്കെ വന്നു തുടങ്ങി, കാർത്തികിൻ്റെ വീഡിയോയിൽ വന്നു തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ ആരെ പേടിക്കണം, ആരെ എൻ്റെ മുഖവും ആ കംപ്ലീറ്റ് എല്ലാം ആൾക്കാർ കാണുന്ന ഒരു സിറ്റുവേഷനിലെത്തി. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു നാച്ചുറലി എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ആൾക്കാരെ കണ്ട്, ഇനിയിപ്പോൾ ഞാൻ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. സോ അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് ചാടി ഇറങ്ങിയത് ഗൈസ്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കംഫർട്ട് സോൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഉമ്മയെ ഫോഴ്സ് ചെയ്യുകയോ എൻ്റെ ഇതിൽ വരണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല ഗൈസ്, ബിക്കോസ് ദാറ്റ് ഈസ് അപ് ടു ഹർ. അടുത്തത് നോക്കട്ടെ. എല്ലാവരും ഉമ്മാരെ കേസ് തന്നെ പറയുന്നു. ഞാനിപ്പോൾ ഉമ്മായായിട്ടുള്ള വീഡിയോസും ഉണ്ട്, ഒരു കുക്കിംഗ് വീഡിയോസ്, ഉമ്മയെ കൊണ്ട് മൂവിക്കൊക്കെ പോയി ഇഷ്ടപ്പെട്ട ഫുഡ് സ്പോട്ടിലൊക്കെ പോകാറുണ്ട് നമ്മൾ. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. ചില സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വെരി പ്രൈവറ്റ് സംഭവങ്ങളാണ്. ലൈക്ക് എല്ലായിടത്തും നമ്മൾ വ്ളോഗിലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പ്രിവസി കാണില്ല. അതിപ്പോൾ ഞാൻ വ്ളോഗ് തുടങ്ങുന്ന ആരടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വ്ളോഗിൽ ഇടേണ്ട സാധനങ്ങൾ മാത്രം വ്ളോഗിലിടുക. ദാറ്റ് ഈസ് ലൈക്ക് പബ്ലിക്കായിട്ട് കാണിക്കാവുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അതിപ്പം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന സാധനങ്ങളായിരിക്കാം, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കാണിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഉമ്മാരെ കൂടെ കറങ്ങണ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉമ്മയെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ എവറിബഡി ഹാവ് ദെയർ ആ ഒരു ചോയ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ വ്ളോഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുക. കാണിക്കേണ്ടാത്തത് കാണിക്കണ്ട, അത്രേ ഉള്ളൂ. അത് നമ്മൾ ആരും നിർബന്ധിച്ചിട്ടും കാര്യമില്ല, അത് ചെയ്യത്തില്ലേ. എന്തെങ്കിലും ഉമ്മ പറയണം ഇങ്ങോട്ട്, ഓക്കെ ഇതേപോലെ വ്ളോഗിൽ വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ ഫുഡ് അടിക്കാൻ പോണതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് ഇടാം ഗൈസ്, ഒരു പ്രശ്നമില്ല. ഉമ്മക്ക് ഉള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് ഹർ ലൈഫ്. വേറെ was there a turning point when you realized yes this is going to be my career? അതൊക്കെ നല്ല ചോദ്യമാണ് ഗൈസ്. ആദർശ് ചോദിച്ചേക്കണേ. ബേസിക്കലി ഞാൻ ബാങ്കിലായിരുന്നു. അത് മിക്കവർക്കും എൻ്റെ പോഡ്കാസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം. ലൈക്ക് ആ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞൊന്നുമുണ്ട്. അപ്പോൾ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഫോട്ടോഗ്രാഫി ആക്സിഡൻ്റലി തുടങ്ങുന്ന ഒരു സംഭവമാണ്. ലൈക്ക് വെറുതെ ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എൻ്റെ ഒരു എന്താ പറയുക, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമായിരുന്നു ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ക്യാമറ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവരതിനെപ്പറ്റി എൻ്റെ ആ ഒരു സ്കിൽ ടാലൻറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് എന്നെ തോന്നി തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ട് ഇതിനെ ഒരു പ്രൊഫഷനാക്കി എടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യം വന്നു. അതല്ല, ദുബായിൽ ആ സമയത്ത് അത്രയ്ക്ക് ഫോട്ടോഗ്രാഫേഴ്സൊന്നും ഇല്ലായിരുന്നു. എസ്പെഷ്യലി ഇന്ത്യൻസും ഈ ഒരു ഏഷ്യൻ ഒറിജിനിലുള്ളവർ വളരെ കുറവായിരുന്നു. ഒരു 2-3 പാകിസ്ഥാനികളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഉണ്ടായിരുന്ന മലയാളികൾ മൊത്തം ലാൻഡ്സ്കേപ്പൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം ഫാഷൻ ഫീൽഡിലും ആരുമില്ലായിരുന്നു, ഇവൻറ്റ്സ് എടുക്കാനും ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ ആ ഒരു സെഗ്മെൻറ്റിലോട്ട് ചാടി കയറി. ലൈക്ക് പ്രൈവറ്റ് ഇവൻറ്റ്സും ഫാഷൻ ഫോട്ടോസും ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ പതുക്കെ ആൾക്കാർ വന്നു തുടങ്ങി. ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ഞാൻ അത്യാവശ്യം നല്ലൊരു പേരുണ്ടാക്കി. ഫോട്ടോസും മോഡൽസിൻ്റെ ഇടയിലും എല്ലാ ഇവൻറ്റ്സ് ആയിട്ടുള്ള കമ്പനികളുടെ ഇടയിലും ഒക്കെ ഒരു നെയിം ഉണ്ടായതിന് ശേഷമാണ് ഈ കോവിഡ് സംഭവിക്കുന്നത്. കോവിഡ് സംഭവിച്ചതോടുകൂടിയാണ് ഞാനിവിടെ സ്റ്റക്കാവുന്നത്, മനസ്സിലായില്ല. അതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യം നൈസായിട്ടുള്ളൊരു നല്ലൊരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈഫ്. സോ അതാണ് ഇനി എനിക്ക് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള കേസ്. ബിക്കോസ് ആ ഒരു സ്ട്രഗ്ലിങ് ഇപ്പോഴും എനിക്കുണ്ട്. ബേസിക്കലി അത് സെൽഫ് ഡൗട്ടും ആ ഒരു ടൈം ഈ ഒരു ബ്രേക്ക് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അല്ല എന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, നല്ലൊരു സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പ്രൊഫഷനാണ് ഫോട്ടോഗ്രാഫി. ഇനിയും തിരിച്ചു പൊക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതിനുള്ള കോൺഫിഡൻസ് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടായി എടുക്കണം ഗൈസ്. അതാണ് ഇപ്പോഴത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഗൈസ്, നോക്കട്ടെ. ഹൗ ടു നോ എ ക്യാമറ? Can you teach the specification people need to check about cameras type and everything? ചീറ്റ. ഇവിടെ ക്യാമറ എന്ന് പറയുന്ന സാധനം
ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സ്പെസിഫിക്കേഷൻ നോക്കിയൊന്നുമല്ല എടുത്തത്. ഞാൻ ആദ്യത്തെ ക്യാമറ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും നല്ല ഓഫറിൽ കിട്ടുന്ന ഒരു ക്യാമറ. ഞാൻ അന്ന് എൻ്റെ ആദ്യത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ 450D ആണ് ക്യാനൻ്റെ. സോ അത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ചുക്ക് പറഞ്ഞുകൂടാ. ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല, ഞാൻ ഫോട്ടോഗ്രാഫിയെ പറ്റി ഒരു നോളജും ഇല്ലാതെ ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഒരു മനുഷ്യനാണ്. ബേസിക്കലി ക്യാമറ വാങ്ങിക്കുന്നു, അതാണ് ആദ്യം വാങ്ങിക്കുന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സാധനം പോലും എനിക്ക് അറിഞ്ഞൂടെ, എന്താണ് അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്നോ അതിൻ്റെ ടെക്നിക്കൽ സംഭവങ്ങൾ എന്താണെന്നോ സ്പെക്സ് എന്താണെന്നോ ഇതൊന്നും നോക്കാതെ നമ്മുടെ ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നു എന്ന് കണ്ടിട്ട്, അത് ബേസിക്കലി അത് ഒരു ടെക് സ്പെക്കും വെച്ചിട്ടല്ല ഞാൻ ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മൊബൈലിലാണ് എടുത്തു തുടങ്ങുന്നത്. എൻ്റെ മൊബൈലിൽ ഞാൻ എടുക്കുന്നതിൻ്റെ ഫ്രെയിമിങ്ങും ആൾക്കാർ അത് കണ്ടിട്ട് അവരുടെ DP ആക്കാൻ തുടങ്ങിയാണ്. എൻ്റെ ഓഫീസിലുള്ള മിക്കവരും ഞാൻ എടുക്കുന്ന പടമായിരുന്നു അവരുടെ DP ആയിട്ട് ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി അത് നമ്മുടെ ഒരു ഫ്രെയിമിങ് സെൻസാണ്. ആ സാധനം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ച് വേണോ ഫോട്ടോ എടുക്കാം. മൊബൈൽ വെച്ചെങ്കിൽ മൊബൈൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയുടെ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. അൺലെസ് നിങ്ങൾ അത് വലിയ പ്രിൻ്റൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ, അല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു DSLR പോലും വേണ്ട, ഒരു മൊബൈൽ വെച്ച് തന്നെ എടുത്തുകൊണ്ടിരുന്നാൽ മതി. ആരും അറിയത്തോലും ഇല്ല അത് DSLR ആണോ മൊബൈലിലാണോ എടുത്തതെന്നുള്ളത്. അപ്പം ഈ DSLRൻ്റെ യൂസ് വേറെ ചില ഫീൽഡുകളിലുണ്ട്. അതായത് പ്രൊഫഷണൽ നോക്കുകയാണെങ്കിൽ DSLR വെച്ച് എടുത്തിട്ടേ കാര്യമുള്ളൂ. ബിക്കോസ് അത് പ്രിൻറ്റ് മാഗസീനിലും മറ്റേതിലുമൊക്കെ അത് നല്ല എൻലാർജ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മിക്കവരും ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ മിക്കവരും അത് ഹോബിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുള്ളൂ. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു കേസ് തന്നെ റെസൊല്യൂഷൻ ക്രൈസി ആയിട്ടാണ് നമ്മൾ ഓൺലൈൻ എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി നീഡ് എ DSLR. അപ്പം നമ്മൾ റെസൊല്യൂഷൻ നോക്കുക, യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കുക. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്യാമറയുടെ കൺട്രോൾസ് അറിയാമോ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ്, അതാണ് ഏറ്റവും വലിയ സംഭവം. കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ കാശുള്ളതിൻ്റെ രീതിയിൽ എടുക്കുക, ആ ക്യാമറ എടുക്കുക. ആ ക്യാമറ അത്രയും വില കൂടിയ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ആ ഫോട്ടോസിലും കാണും, മനസ്സിലായില്ലേ? ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളവർക്ക് ആ ക്വാളിറ്റി കിട്ടില്ല എന്നല്ല, കുറഞ്ഞ ബഡ്ജറ്റിലുള്ളവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നല്ല ഫോട്ടോസ് എടുക്കാം. റിസൾട്ട് ഈസ് ദ സെയിം. ആൾക്കാർ എന്തായാലും അഡ്മയർ ചെയ്യും നിങ്ങളുടെ ആ ഒരു വർക്കിനെ. സോ അത് മനസ്സിൽ വെക്കുക ഗൈസ്, അതാണ് ഏറ്റവും വലിയ സ്പെക്ക് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, വീണ്ടും കണ്ടിന്യൂ. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, നേരത്തെ ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നതൊന്നും റെക്കോർഡായില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം ചെക്ക് ചെയ്തിട്ട് വർക്കാവുന്നുണ്ട്, ലൈക്ക് റെക്കോർഡ് ഓൺ ആണോ എന്ന് നോക്കിയതാണ്. ഓക്കെ, ഷമിൽ ബോസ്, why you don't get married? Your friend circle all are married, and especially your brother Shaz also has relationship. Don't take as teasing. This is just a fan and audience's question. Go as daily routine and enjoy Sunny bro. I like your simplicity and behavior. You has positive vibe bro. Love you bro, food daddy. എടാ, ഈ കല്യാണം എന്ന് പറയുന്ന സാധനം ഈ നാട്ടുകാർ പറയുമ്പം പോയി കെട്ടാനും അല്ലെങ്കിൽ നാട്ടുകാരെ കാണിച്ച് ചെയ്യാനും ഉള്ളൊരു സാധനമല്ല. ഇതൊക്കെ 1942 കാര്യങ്ങളാണ്. ഇപ്പം നീ പറയുന്ന രീതിയിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ കല്യാണം കഴിക്കണം കണ്ടിട്ട് നമ്മളൊന്ന് കല്യാണം കഴിക്കാതെ. എടാ, അങ്ങനെ കഴിച്ചിട്ടുള്ള ഒത്തിരി പേര് കുഴി പോയി വീണിട്ടുള്ളവരുണ്ട്, മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച് അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് കെട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പോലെ ആയിരിക്കില്ല എൻ്റെ ജീവിതം. അത് നല്ല രീതിയിലും പോകാൻ ചാൻസ് ഉണ്ട്, ചീത്ത രീതിയിലും പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും നമ്മളൊന്നും ചെയ്യില്ല ഗൈസ്. അതിപ്പോൾ കല്യാണം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് വേണം. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നടന്നാൽ മതി. അല്ലാതെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, ഫെറാറി ഉള്ളവന്മാരുണ്ട്, അതൊക്കെ കണ്ടിട്ട് എനിക്കിപ്പോൾ ഫെറാറി ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ, കരഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷിക്കുക. ഇപ്പോൾ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പെണ്ണിനെ കിട്ടണം. അത് നമുക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുള്ളൊരു മോഹം വരണം. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ വെറുതെ പോയി ഒരാളെ കല്യാണം കഴിച്ചിട്ട് അയാൾ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഒരാളാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതൊരുമാതിരി മറ്റേ ഈ എന്താ പറയുമല്ലോ, കുട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സെറ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഇരുന്ന് അനാവശ്യ പ്രശ്നങ്ങളും എക്സ്ട്രാ സ്ട്രെസ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല ഗൈസ്. കല്യാണം കല്യാണം കഴിക്കാൻ പറ്റിയാൽ പറ്റി, അങ്ങനെ ഒരാൾ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. അതൊരു ഇതിലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് നീ പറയുന്ന പോലെ ശരിയാണ്, എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ പക്ഷേ ആ ഒരു ലോൺലി ഫീലിംഗ് എനിക്കുണ്ട്, മിക്കപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഞാൻ യൂസ് ടു ആയി. അതായത് ഇപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്ര നേരം വേണോ റൂമിലങ്ങ് ഇരുന്നങ്ങ് പോകും ഞാൻ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. പുറത്തിറങ്ങാനുള്ളൊരു മോട്ടിവേഷനാകും, അത്രേ ഉള്ളൂ കേസ്, വേറെ ഒന്നുമില്ല. മൃദുൽ ദേ, യു ഷുഡ് പ്ലാൻ എ വീഡിയോ സീരീസ് കമ്പയറിങ് ഡിഫറെൻറ്റ് ബിരിയാണീസ് ഇൻ കൊച്ചി. എടാ, ഞാൻ ഒരുവിധം എല്ലാ ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ നല്ല ബിരിയാണി എന്ന് എനിക്ക് തോന്നുന്ന ഒരു 2-3 എണ്ണം ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ റെക്കമെൻഡ് ചെയ്തൊരു സാധനം ചെയ്യാം.
എല്ലാം പോയി കഴിക്കാൻ പറ്റൂല ഗൈസ്, ചത്തു. വാട്ട്സ് യുവർ ഓൾ ടൈം ഫേവറേറ്റ് ഫോട്ടോ യു ഹാവ് ടേക്കൺ ആൻഡ് വൈ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന എല്ലാ പടവും നമ്മൾ നല്ല ഫോട്ടോ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇമോഷണൽ കണക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം എൻ്റെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ലൈക്ക് എൻ്റെ നീസസിൻ്റെയോ എൻ്റെ സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു ആ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഇമോഷണൽ കണക്ഷൻ. അല്ലാതെ എനിക്ക് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒരേ വേവ് ലെങ്തിൽ ചിന്തിച്ച് എടുക്കുന്ന സാധനങ്ങളാണ്. അതിൽ അങ്ങനെ ഒരു ഫേവറേറ്റ് സാധനമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആണ്. നമ്മൾ എഫേർട്ട് ഇട്ട് എടുക്കുന്നതല്ലേ, അപ്പോൾ അതിനൊരു വില ഉണ്ടാവും. പിന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഇനി എടുക്കാൻ പോകുന്ന ഫോട്ടോസാണ്. എപ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ ബെസ്റ്റ് ഫോട്ടോ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഞാനും അടിക്കാം, ക്ലീഷേ ഡയലോഗ്. നോക്കട്ടെ. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഗൈസ്. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ഫുൾ വ്ളോഗ് തീരും. സനി ബ്രോ, അത് ശരണ്യ മുകേഷ് ബ്രോ എടുത്ത ശരണ്യയുടെ ഫോട്ടോസ് എന്ന് കൊടുക്കും, നമുക്ക് കാണിച്ചു തരുമോ? എന്നാൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടാൽ മതി. ശരണ്യ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ ഗൈസ്. ശരണ്യയുടെ ഫോട്ടോസൊക്കെ അവൾക്ക് കൊടുത്ത് അവൾ കരഞ്ഞ് നിലവിളിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാവരുടെ ഫോട്ടോയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ആകെ ഞാൻ കൊടുക്കാത്തത് കാർത്തിക്കിൻ്റെ മാത്രമാണ്. അവനാണെങ്കിൽ ചോദിക്കാറുമില്ല. അത് അവനെ പോലെ ആയിരിക്കണം ഗൈസ്. എല്ലാവരും ചോദിക്കരുത് ഫോട്ടോ. എന്തായാലും അത് ആ ഒരു ക്യാമറയുടെ റിവ്യൂവിൽ ഞാൻ എന്തായാലും ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നല്ല ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത് ഇടാന്നുള്ളൊരു പ്ലാനിൽ അവനും അത് തന്നെ പറഞ്ഞു. 2-3 ഫോട്ടോ നല്ലത് നോക്കി ഇടണേ സനി ബ്രോ എന്ന് പറഞ്ഞു. അപ്പം അവനെ പോലത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം ശരണ്യക്ക്. അവൾക്കതില്ല, അവൾക്ക് ആക്രാന്തമാണ്. എന്നിട്ട് അത് ഫോട്ടോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ യൂട്യൂബ് വ്ളോഗ്സ്. ഗൈസ്, അതിനെപ്പറ്റി ഞാൻ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും വിചാരിച്ചതല്ല ഞാൻ ഈ യൂട്യൂബിൽ ഇത്രയും ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മാത്രം സ്നേഹം കിട്ടുമെന്നുള്ളതൊന്നും ഒരു പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷ കാണത്തില്ല. എൻ്റെ കൂടെ നടക്കുന്നവരായാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, എല്ലാവരും പറയാറുണ്ടായിരുന്നു ഞാൻ വ്ളോഗ് തുടങ്ങണേ. ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കാറും തുടങ്ങിയത്. പിന്നെ ഞാൻ വ്ളോഗ് തുടങ്ങണം എന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് വ്ളോഗ് തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കാറുണ്ട്, ഫ്രണ്ട്സ് തന്നെ കളിയാക്കാറുണ്ട്. അപ്പം ആ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് സാധനത്തിലോട്ട് കയറുന്നത്. ലൈക്ക് ആദ്യം BTS ഒക്കെ ലൈക്ക് 1 വർഷമായി എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി സൈഡിൽ ലൈക്ക് ആ ഒരു സംഭവത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ BTSും സംഭവങ്ങളൊക്കെ ഇട്ട് പൊയ്ക്കൊണ്ടിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ആൾക്കാരോട്ട് കണക്റ്റ് ആവില്ല. അത് ഫോട്ടോഗ്രാഫേഴ്സിന് ചിലപ്പോൾ അവർ വന്നിട്ട് അതും എൻ്റെ ഫോട്ടോഗ്രാഫി അല്ലായിരുന്നു അവിടെ ഷോക്കേസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊത്തം മറ്റേ വീഡിയോഗ്രാഫേഴ്സിൻ്റെ കഴിവും അവന്മാരുടെ ഗ്രേഡിങ് സ്കിൽസും അതൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാനുമായിട്ട് പേഴ്സണലി കണക്റ്റ് ആവുന്ന ഒരു ചാനലായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ BTS അങ്ങ് നിർത്തിയത്. ബിക്കോസ് BTS എന്ന് പറയുമ്പോൾ നമ്മളെ ഫോട്ടോ അധികം ഇതാവുന്നില്ല. ഇപ്പം എൻ്റെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സംഭവമാണ്. അപ്പം അതൊട്ടും ഹൈലൈറ്റ് ആവുന്നുമില്ല, എനിക്ക് ആൾക്കാരോട്ടൊരു കണക്ഷനും വരുന്നില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയി. അതായത് ചാനലിന് ആ ഒരു റീച്ചും വരുന്നില്ല, എന്നാൽ ആൾക്കാർക്ക് എൻ്റെ ആ ഒരു ഐഡിയ ആയിട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ പതുക്കെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയി. ആൾക്കാർ വീഡിയോ എടുക്കുന്ന ആളുമായിട്ടായാലും എഡിറ്റ് ചെയ്യുന്നതായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഈ സാധനം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്ളോഗ് എന്ന് പറഞ്ഞ പരിപാടി കാര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് ഈ യൂട്യൂബിൻ്റെ ഒരു മെയിൻ സംഭവം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ കാർത്തിക് എനിക്ക് ലൈക്ക് അവൻ എന്നെ ഗൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതാണ്. ഞാൻ ഈ BTS തുടങ്ങുന്ന സമയത്തെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സനി ബ്രോ നിങ്ങൾ ഈ വ്ളോഗ് എന്ന് പറയുന്ന സാധനം തുടങ്ങും. അതാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മുടെ ആ ഒരു റിയൽ സംഭവമാണ് കാണേണ്ടത്. അല്ലാതെ ഈ സൂപ്പർഫിഷ്യലായിട്ട് സിനിമാറ്റിക് രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ആരും അത് കണക്റ്റഡ് ആവില്ല എന്ന് അവൻ എൻ്റെ അടുത്ത് ആ 1 വർഷം ഞാൻ അത് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കാർത്തിക്. അപ്പം അന്ന് എൻ്റെ തലയിൽ ആ ഐഡിയ വന്നു. ലൈക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓക്കെ പേഴ്സണൽ സാധനങ്ങളിലേക്ക് ഈ വ്ളോഗ് രീതിയിലുള്ള സാധനങ്ങൾ മതി. അതിൻ്റെ ഇടയിൽ ഫോട്ടോഗ്രാഫി അതിപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യണ ഒരു സാധനമല്ല ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫോട്ടോഗ്രാഫി ഒരു ആസ്പെക്റ്റ്. അപ്പോൾ എനിക്ക് അതേപോലെ പല ഇൻട്രസ്റ്റ് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്കും തോന്നി എൻ്റെ ഒരു ചാനൽ തുടങ്ങുമ്പം ഇതെല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം. അപ്പം അത് ഈ ഒരു ലാസ്റ്റ് 3-4 months ആയിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എൻ്റെ ഉപദേശിച്ച കാർത്തി എന്നെ ഗൈഡും കൂടെ ചെയ്ത് എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളതും കൂടെ പറഞ്ഞും കൂടെ തന്നപ്പം സത്യം പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ സാധനത്തിലോട്ട് തുടങ്ങി ഫസ്റ്റ് വീഡിയോ ഇട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് ആ മുട്ട പപ്സും അതിന് മുമ്പേ മുട്ട പപ്സിൻ്റെ വീഡിയോ തന്നെയാണ്.
അത് അവൻ കുത്തിയിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്ത സാധനമല്ലേ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു എൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് ചെയ്തെന്നൊരു സാധനം തോന്നിയത്. അതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആയി തുടങ്ങി ഈ വ്ളോഗ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ ഒരു ഇൻട്രാക്ഷനും മിക്ക ആൾക്കാർക്കും ഞാനുമായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് തുടങ്ങിയ ആ ഒരു സമയം മുതലും പിന്നെ എനിക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി വന്നു തുടങ്ങി ഈ ഒരു വ്ളോഗിൻ്റെ കേസിൽ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് ഇടണം എന്നുള്ളൊരു ആ ഒരു കോൺഷ്യസ് ആയിട്ട് എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും ഉണ്ട്. ലൈക്ക് നമ്മളങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ബിക്കോസ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് വ്ളോഗ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മടി പിടിച്ചിരിക്കുമ്പം. അപ്പം എനിക്ക് തന്നെ പെട്ടെന്നൊരു ഇത് കയറും. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ Q&A ചെയ്യണത് തന്നെ കുറേ നാളായി. ഞാൻ ഈ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ 2-3 വ്ളോഗ് ഫോളോ ചെയ്യുന്നവർ പറയുന്ന ലൈക്ക് മെസ്സേജ് അയച്ചു ഈ Q&A ക്വസ്റ്റ്യൻ എവിടെയെന്നൊക്കെ വേണ്ടി. ഇപ്പോൾ ശ്വേതയൊക്കെയാണ് മെയിൻലി. അപ്പം ഇവർ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അങ്ങനെ നമുക്കൊരു മോട്ടിവേറ്റിംഗ് ആയിട്ട് നമ്മളെ പുഷ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഐ നെവർ തോട്ട് ഐ വിൽ ഗെറ്റ് പീപ്പിൾ ലൈക്ക് ദിസ്. അപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ആക്സിഡൻ്റലി കിട്ടിയതാണെങ്കിലും ഐ ചെറിഷ് ദിസ് ദ മോസ്റ്റ് നൗ. അപ്പം നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഞാൻ ഇരുന്ന് നോക്കും ഇത് ഓരോ മെസ്സേജും വരുന്ന നിങ്ങൾ തന്നെ എൻ്റെ വ്ളോഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ മെസ്സേജ് ഇല്ല ഞാൻ കാണാത്തതായിട്ട്. എൻ്റെ ലൈക്കോ ഹാർട്ടോ റിപ്ലൈയോ ഇല്ലാത്ത ഒരു മെസ്സേജോ ഒരു റെസ്പോൺസോ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കാണത്തില്ല. അപ്പം ആ ലെവലിലാണ് ഞാനും തിരിച്ച് ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനും നോക്കുന്നതും നിങ്ങൾ പറയുന്ന സജഷൻസ് കാണുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായി മാറിയിരിക്കുകയാണ് ഗൈസ്. സോ ആഫ്റ്റർ യൂട്യൂബ് ലൈഫ് ഹാസ് ചേഞ്ച് ട്രമെൻഡസ്ലി ആൻഡ് ആൻഡ് ഫോർ ദ ഗുഡ് എന്ന് പറയില്ല. അതേപോലെ എനിക്കിപ്പോൾ ഒരു സന്തോഷമുണ്ട് ഗൈസ്. ഈ ഒരു സാധനം ചെയ്യുന്നതിലൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉള്ളതിൽ സന്തോഷമുണ്ട്. ഈ ഓഡിയൻസ് എന്ന് പറയുന്നതിൽ നെഗറ്റീവായിട്ടുള്ളവർ വളരെ കുറവാണെന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. നല്ല ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് പ്രോപ്പർലി സെൻസിബിളായിട്ട് തിങ്ക് ചെയ്യുന്നവരും എന്ന് തന്നെ ഒരു ഒട്ടും ടോക്സിക് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളവരെ വളരെ കുറവാണ് ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഈ ഒരു വ്ളോഗ് തുടങ്ങിയതിന് ശേഷം. സോ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഗൈസ്. ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലും സ്നേഹിക്കുന്നതിലും ഐ കാൻ താങ്ക് യു എനഫ്. പിന്നെ 3-ാമത്തെ ദിവസം ഓണം ഷൂട്ട്സ് ഉണ്ട്. ഫുൾ ഗ്യാങ്ങിനെ വെച്ച് ഷൂട്ട് വേണം ബ്രോ. മുണ്ടിൽ പൊളിയാണ് കാണാൻ. എല്ലാവരും ഓണം ഡ്രസ്സിൽ വരെ വൈബ് വീഡിയോ വേണം. കോമ്പറ്റീഷൻസ് ഒക്കെ വെച്ചിട്ട് പണ്ട് കാർത്തി നടത്തിയായിരുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടാ ഓണം സാധനം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. മാക്സിമം നോക്കാം എന്തെങ്കിലും ഒരു ഓണം ഷൂട്ട് പോലെ എന്തെങ്കിലും ചെയ്യാനും ഓണത്തിൻ്റെ വൈബ് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നോക്കാം മാക്സിമം. കാർത്തി അവൻ ഫാമിലി ആയിട്ടായിരിക്കും ഈ പ്രാവശ്യത്തെ ഓണം. അപ്പം എന്നെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും ഗൈസ്. അല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര കുറച്ചൊരിത്തിരി ബാക്ക്വേർഡ് വലിഞ്ഞ് നിൽക്കും ഇങ്ങനത്തെ പരിപാടികൾ. പ്രത്യേകിച്ച് ക്രൗഡുള്ള പരിപാടികളിൽ ഞാനും കുറച്ചൊരു ശോകം കണക്ഷനാണ് ഗൈസ്. അതാണ് സംഭവം. ഒരു മിനിറ്റ് ഇത് നോക്കി ഗൈസ്, ഇത് ലുക്ക് നോക്കി. ഒരു രക്ഷയില്ല. ഐ ലൈക്ക് ഇറ്റ്. ഈവനിങ് സൺസെറ്റ് ആയി തുടങ്ങി ഗൈസ്. സൂപ്പർ അല്ലേ? അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Expecting a visit to UAE and please don't stick to Dubai. You have a lot other places to explore in UAE. If possible, go with UAE weatherman for a storm chase. Spooky Sanu will definitely love it. All the wishes, Buddy. Anna Rose. അവിടെ ദുബായി പോകണമെന്നൊക്കെ ഉണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവിടെ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും. എനിക്ക് പിന്നെ ഞാൻ പോകുന്നെങ്കിൽ ഷാസിൻ്റെ കൂടെയൊക്കെ വല്ല കണ്ടൻറ്റൊക്കെ ചെയ്തൊക്കെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ഞാൻ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ദുബായും UAE അങ്ങനത്തെ ലൈക്ക് പല സ്ഥലങ്ങളും വിസിറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് ഞാൻ 5-6 വർഷം അവിടെ ആയിരുന്നല്ലോ. ഫുൾ അത്യാവശ്യത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വെതർമാൻ സ്റ്റോം ചേസ് ഒന്നും എനിക്ക് വയ്യ ഗൈസ്. അത് വെറുതെ പൊടിയും അടിച്ച് എൻ്റെ അമ്മയെ മറ്റേ എനിക്കൊരു ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. കുറച്ച് ഞാൻ അവസാനം തുമ്മിച്ചാവും. അതുകൊണ്ട് അങ്ങനെ സ്റ്റോം ചേസിലൊന്നും ഞാൻ ഇല്ല ഗൈസ്. പറ്റുമെങ്കിൽ ഡെസേർട്ട് മറ്റേ ഡ്യൂൺ ബാഷിങ്ങിനൊക്കെ പോവാം. ഇല്ലെങ്കിൽ മറ്റേ ബഗ്ഗി റൈഡൊക്കെ എടുത്തിട്ട് വെറുതെ ഓടിച്ചാടി നടക്കാം. അങ്ങനെയൊക്കെ വല്ല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് ഇത്തിരി വെറൈറ്റി ആയിട്ട് പിടിക്കാൻ നോക്കാം. കല്യാണം അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സ്നോ. ഇഫ് യു കുഡ് സേ സംതിങ് ടു യുവർ യങ്ങർ സെൽഫ് വാട്ട് ഇറ്റ് വുഡ് ബി? ഹെലൻ മേരി. ഇത് ഞാൻ പറയാം ഗൈസ്. എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ യങ്ങർ സെൽഫിനടുത്ത് എനിക്ക് ഇപ്പം പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബി ബ്രേവ്, ബി പോസിറ്റീവ്, നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ പേടിക്കരുത്, ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ കൂടെ പോകരുത്, ഇങ്ങനെ ഇമോഷണൽ ആവരുത്, ഇങ്ങനെ സെൻസിറ്റീവ് ആവരുത്, ഇങ്ങനെ വിഷമിക്കരുത്, ഇങ്ങനെ ഡിജക്റ്റഡ് ആവരുത്, ഇങ്ങനെ ഡിപ്രസ്ഡ് ആവരുത്, ഇങ്ങനെ
ഞാൻ എൻ്റെ കൊച്ചിൽ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് ഞാനിപ്പോൾ പറഞ്ഞേനെ ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ല. ഇപ്പം ആദ്യം നമ്മളുടെ പേടിയും നമ്മുടെ ഒരു അൺസർട്ടനിറ്റി കാരണം, നമ്മളെ ലൈഫിലെ അൺസർട്ടനിറ്റി കാരണം നമ്മൾ പലതും നമ്മൾ തന്നെ അങ്ങ് എഴുതി ഉറപ്പിക്കും. നമുക്കൊരു ഫ്യൂച്ചറില്ല, നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മളാരും സ്നേഹിക്കത്തില്ല, നമുക്കിങ്ങനെ ഒരു നല്ല ഹാപ്പി ലൈഫ് ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു സമയമാണ് ഗൈസ് നമ്മൾ ഈ ഒരു, എൻ്റെ ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത് അങ്ങനെയാണ് പോയിട്ടുള്ളത്. സോ ബേസിക്കലി ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു പറയണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എൻ്റെ ഈ ഒരു ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ പലരും പോകുന്നുണ്ടാവും. ലൈക്ക് പീപ്പിൾ ഹു ഹാവ് നോ ക്ലൂ അബൌട്ട് ദ ഫ്യൂച്ചർ, ഹു ഹാവ് നോ ലവ്, ഹു ഹാവ് നോ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് തകർന്നു പോകുന്നവരോ വിട്ടിട്ട് പോയിട്ടുള്ളവരോ, അങ്ങനെ പല റിജക്ഷൻസും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ട് നടക്കുന്നവർ പലരും ഇപ്പോൾ കാണും. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദീസ് ആർ ഓൾ ടെമ്പററി. മനസ്സിലായല്ലേ? ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഓരോ ലെസൺസ് ആണ്. ഈ സാധനത്തിൽ നമ്മൾ വീണു പോകരുത്. കുറച്ചൊരു ധൈര്യം നമ്മൾ വെച്ചേക്കുക, നമ്മൾ സർവൈവ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കാര്യം ഗൈസ്. ഞാൻ സർവൈവ് ചെയ്താണ് വന്നത്. അല്ല എൻ്റെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിട്ടോ അടിച്ചു പൊളിച്ചോ ഒന്നും എനിക്ക് തോന്നല്ല. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് വന്നിട്ടുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ ആ ഒരു ഹോപ്പ് വയ്ക്കുക. ആ ഹോപ്പിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം. ഇപ്പോൾ ഹോപ്പ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് പിന്നെ ഒരു ജീവിതം ഇല്ല. ഇപ്പം ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു പ്രായം, ഓക്കെ നിങ്ങളൊക്കെ വിചാരിക്കും ഇവൻ എന്തിനീ 40 വയസ്സിലും ഒക്കെ യൂട്യൂബും തുടങ്ങി അല്ലെങ്കിൽ ഗെയിമും കളിച്ച്, പല ആൾക്കാർക്കും നാച്ചുറലി തോന്നുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഗൈസ് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് ടൈം മൊത്തം കാത്തിരുന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ലൈക്ക് വേർ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്. അതായത് നമുക്ക് ആരുടെയും ജഡ്ജ്മെൻറ്റും പേടിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ആരുടെയും ഇൻ്റർഫിയറൻസ് ഇല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിതം ജീവിക്കുന്ന ഒരവസ്ഥ. ചിലർക്കത് കൊച്ചിലേ കിട്ടും, ചിലർക്കത് 20 വയസ്സാകുമ്പോൾ കിട്ടും, ചിലർക്കത് 30 വയസ്സാകുമ്പോൾ കിട്ടും, ചിലർക്കത് 40 വയസ്സാകുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്തും. സോ ബേസിക്കലി ബി ഹോപ്പ്ഫുൾ. നമ്മൾ എന്തൊക്കെ ഇനി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും കൈ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക. ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും ദ ഓൺലി പേഴ്സൺ യു ഷുഡ് വറി അബൌട്ട് ഈസ് യുവർ സെൽഫ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് ഡിജക്റ്റ് ചെയ്ത് കഷ്ടപ്പെടുത്തി ഡിപ്രസ്സാക്കി തളർത്താതെ ഇരിക്കുക. മാക്സിമം കുറച്ചൊക്കെ പോസിറ്റിവിറ്റി നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുക. അപ്പം ബി ബ്രേവ് ഗൈസ്, ബി ബോൾഡ്. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. ഇഷാൻ ചാക്കോ മാത്യു, വിച്ച് കണ്ടന്റ് വുഡ് യു ലൈക്ക് ടു ഡു മോസ്റ്റ് ഓൺ യൂട്യൂബ്? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് ഇഷ്ടമാണ്. ലൈക്ക് നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ലൈവിൽ യൂട്യൂബ് ലൈവ് ഉണ്ട്, അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരാൻ നോക്കാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ളത് ട്രാവലാണ് ഗൈസ്. പക്ഷേ ദാറ്റ് ഈസ് ദ മോസ്റ്റ് സ്കേറിയസ്റ്റ് തിങ് ഓൾസോ എനിക്ക്. അതായത് എനിക്കത് ചെയ്തിട്ടില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ബേസിക്കലി എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടില്ല. അതിപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ. എനിക്കൊരു ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ചിലപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരാളെങ്കിലും മതി. എനിക്കെങ്കിലും കൂട്ടിന് പോയി സംസാരിച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ഇത് വരത്തുള്ളൂ. അപ്പം ആ സാധനം എനിക്ക് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി, അതെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയും കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ആ ഒരു കോണ്ടന്റ്. പിന്നെ ഫുഡിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ മറ്റേ ഡയറ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കൗട്ടിന് പോകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം ആ സാധനം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഫുഡ് ട്രൈ ചെയ്യാൻ പറയും. ചിലർ പറയും ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ ഞാൻ തട്ടിപ്പോകുമെന്ന് പറയും, ചിലർ പറയും ജിമ്മിൽ പോകുമെന്ന് പറയും. ഈ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ്. ഫുഡ് വ്ളോഗ് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ജിമ്മിൽ പോകണം. ഫുൾ ദിവസവും എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടി വരും. അപ്പം ആ ഒരു രീതിയിലാണ് സിറ്റുവേഷൻ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും ഗൈസ്. നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം. അല്ലാതെ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ പ്രഷറൈസ് ചെയ്തിട്ട് എനിക്ക് എന്നെ ഒരു താല്പര്യമില്ല ഗൈസ്. അങ്ങനെ അപ്പം ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇൻ കേസ് എനിക്കത് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരെയാണ്, ഇപ്പോൾ ഫുഡ് തിന്നാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരെയാണ്, ഞാൻ നോ പറയൂല. ഞാൻ പോയി അത് ട്രൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടും. ഇപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അത് ട്രാവൽ ചെയ്യുന്നു, ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടുന്നു. അപ്പോൾ അതേപോലെ ഇറ്റ് ഷുഡ് കം ഓർഗാനിക്കലി. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കതൊരു പ്രശ്നമല്ല. അങ്ങനെ ഒരു സംഭവത്തിൽ എനിക്കത് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതിൽ സീനില്ല. അപ്പം അങ്ങനത്തെ കോണ്ടൻസ്
വി വിൽ ട്രൈ ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാൻ നോക്കാം. ഫുഡും ഹെൽത്തും രണ്ടും കൂടെ ഒരുമിച്ച് പോകുമെന്ന് എനിക്കറിയണം, പക്ഷെ നോക്കാം ഗൈസ്. ലെറ്റ്സ് സീ. റിക്കമെൻഡഡ് ക്യാമറ എക്യുപ്മെൻറ്റ് ടു സ്റ്റാർട്ട് എ ഫോട്ടോഗ്രാഫർ പ്രൊഫഷൻ. റിക്കമെൻഡഡ് ക്യാമറ എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ പോലെ ഒരു ബേസിക് ക്യാമറ മതിയടേ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കിൽസ് പോലെയാണ്. അതായത് ആസ് എ ഫോട്ടോഗ്രാഫർ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ബിസിനസ്സിന് ബെസ്റ്റ്. സ്കില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടിയ എക്യുപ്മെൻറ്റ് വേണോ അത് വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട്, ഏത് ക്യാമറ സിസ്റ്റമായിട്ടാണ് കമ്പാറ്റബിൾ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ക്യാമറ എക്യുപ്മെൻറ്റ് കേസിൽ അങ്ങനെ തീരുമാനിച്ചത് കേസ്. ഫസ്റ്റ് കാർ ഓർ ബൈക്ക് യു ബോട്ട് വിത്ത് യുവർ ഓൺ മണി ആൻഡ് യുവർ റിലേഷൻഷിപ്പ്. ഒന്നും വാങ്ങിച്ചിട്ടില്ല ഗൈസ് ഇതൊക്കെയായിട്ട്. കാറും വാങ്ങിച്ചിട്ടില്ല, ബൈക്കും വാങ്ങിച്ചിട്ടില്ല. ബൈക്ക് എനിക്ക് ഷാസാണ് ഗിഫ്റ്റ് ചെയ്തത്, അതുകൊണ്ട് അവൻ വാങ്ങിച്ചു തന്ന ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതൊക്കെയായിട്ട് കാറും ബൈക്കും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അത്രയ്ക്കുള്ള ഒരു സെറ്റപ്പിൽ ഞാൻ ആയിട്ടില്ല ഗൈസ്. ആവുമായിരിക്കും എന്തെങ്കിലും, അതറിയത്തില്ല. ക്യാൻ യു സ്റ്റാർട്ട് എ റിയാക്ഷൻ ആൻഡ് റിവ്യൂ ചാനൽ ലൈക്ക് ലൈഫ് ഓഫ് ഷസാം ആൻഡ് പോസ്റ്റ് യുവർ റിയാക്ഷൻ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, ഒപ്പീനിയൻ ഓഫ് അനിമേ, TV സീരീസ്, മൂവീസ്? അത് മൂവി ഞാൻ ചിലതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ 2 ഞാൻ ചെയ്തു ഓൾറെഡി. അപ്പോൾ മൂവി ഞാൻ കാണുന്നത്, എനിക്ക് മൂവി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഷാസ് ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനും ഷാസും കൂടെയാണ് പോയി സിനിമ കാണുന്നത്. നമ്മൾ മൂവീസിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒത്തിരി ആസ്പെക്ട്സിൽ നമ്മൾ അതിൻ്റെ ഡിഫറൻറ്റ് സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പടം കണ്ടു കഴിഞ്ഞാൽ. അവൻ ഇപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കും ഈ പടം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തന്നെ നമ്മളതിൽ നൈസായിട്ട് ഡിബേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരേ വേവ് ലെങ്തിലല്ല നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ദർ ഈസ് എ 2 ഒപ്പീനിയൻ കിട്ടും. 2 സൈഡ് ഓഫ് ദ സ്റ്റോറി നമുക്കറിയാവുന്നത് ഒരു സംഭവമാണ്, നൈസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു താല്പര്യമുണ്ട്, ചെയ്ത് നോക്കണം എന്നുണ്ട്. ലൈക്ക് മൂവി സാധനം നമുക്കതൊരു ആസ് എ ജനറൽ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഞാൻ ഈവൻ റിവ്യൂ പറഞ്ഞാലും ചെയ്യുള്ളൂ. എനിക്ക് അതിൽ ഇൻഡെപ്തായിട്ട് ചാടണമെന്നൊന്നുമില്ല. നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഫീൽഡിൽ പാർട്ട് ഓഫ് ഫിലിം ഫീൽഡ് അല്ല. സോ ബേസിക്കലി അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവരും അതിനെപ്പറ്റി എക്സ്പെർട്ടീസ് ഉള്ളവരും അവരുടെ ആ നോളജ് വെച്ച് എടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു പ്രോഡക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സോ അവരുടെ സാധനം നമ്മൾ കണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രൊഫഷണൽ ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് സിനിമയായിട്ടൊരു ബന്ധമില്ല. സോ നമുക്ക് ആ കൂടെ പറയാൻ പറ്റുന്ന നമ്മളുടെ ഒപ്പീനിയനാണ്. നമ്മൾ ആസ് എൻ ജനറൽ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് അതോടെ അങ്ങ് വിടുക ഗൈസ്. അല്ലാതെ അതിലിരുന്ന് നമ്മൾ ഒരു ആക്ടറിനെയോ ഡയറക്ടറിനെയോ അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് കമ്മിങ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് അത് അവരുടെ ചെവിയിലെത്തൂല. ഒന്നാമത്തെ കാര്യം ചെവിയിലെത്തിയാലും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഓഡിയൻസിൻ്റെ ഇത് കേട്ടിട്ട് ജീവിക്കുന്ന ഫിലിം ആൾക്കാർ വളരെ കുറവായിരിക്കും, ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു ചെയ്യുന്നെങ്കിൽ ഞാൻ അത് വളരെ ജനറിക് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ് ആ ഒരു സാധനത്തിൽ. സോ ഇടയ്ക്കിടയ്ക്കൊക്കെ മൂവി റിവ്യൂ കാണും ഗൈസ്. പക്ഷേ ആ റിവ്യൂ അല്ല, എൻ്റെ സ്ട്രിക്ട്ലി എനിക്ക് തോന്നുന്നത് പടം കണ്ടിട്ടൊരു ഓഡിയൻസ് ഉള്ളൊരു ഇതിൽ കാണുന്ന ഒരു സംഭവം അത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും ഗൈസ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് കൊള്ളാവോ ഇല്ലെന്ന് അറിയില്ല. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം ഒന്നും കേട്ടോ, ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ആദ്യമേ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കാനുള്ളായിരുന്നു. ഞാൻ ഇതിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അബ്ദുൾ റഹീബ്, എനി സർപ്രൈസ് വിസിറ്റ് യുവർ സിബ്ലിങ്സ് പ്ലേസ്? ഇല്ലടേ, 2 ഇൻ്റർനാഷണലാണ് സിബ്ലിങ്സ് പ്ലേസ്. അത്രയ്ക്കൊന്നും കാശുകാരൻ ഞാൻ ആയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ നല്ല റിച്ചാണ്. നമ്മൾ ആ ലെവൽ എത്തിയിട്ടില്ല ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളെ കാണണം, സംസാരിക്കണം. പിന്നെന്താ മിൻഷിദ് അലി, എനി ടൈം ബ്രോ. കൊച്ചി വരുന്നെങ്കിൽ പറയൂ. ടെൽ സം സ്റ്റോറീസ് വിച്ച് ഈസ് ക്ലോസ് ടു യുവർ ഹാർട്ട് ആൻഡ് ബൈ സം മെമ്മറീസ് ഓഫ് ദ സിബ്ലിങ്സ്, ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ്. സ്റ്റോറീസ് വിത്ത് സിബ്ലിങ്സ് എല്ലാം എനിക്ക് എൻ്റെ ഹാർട്ടിനോട് ചേർന്നിരിക്കുന്നതാണ്. ബിക്കോസ് എനിക്കറിയാം എന്തോ കഷ്ടപ്പാടിലാണ് അവർ വളർന്നതെന്നും ഞാനും ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നതെന്നുള്ളതൊക്കെ നമുക്ക് നല്ലപോലെ അറിയാവുന്നൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മെമ്മറീസൊക്കെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് തന്നെ ആയിരിക്കും ഗൈസ്. അത് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മായാത്ത ഓർമ്മകളാണ്. ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നോ, ആരില്ലായിരുന്നു എന്നും ആരുണ്ടായിരുന്നു എന്നും ഒക്കെ ഉള്ളൊരു ഓർമ്മകൾ, അതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നിന്ന് മാച്ച് കളയാൻ പറ്റത്തില്ല. ലൈക്ക് നമ്മൾ ഫേമസ് ആണ്, നമുക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കൂടെ നിൽക്കാൻ ഒരു 1000 പേരാണ് ഗൈസ്. പക്ഷേ നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്, നമ്മൾ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നെന്നുള്ളൊരു സ്റ്റേറ്റിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണൂല. അത് ഇറ്റ്സ് ലൈക്ക് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി ആൾക്കാരൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു കഷ്ടപ്പാടിൽ. അല്ലാതെ അത് ഷെയർ ചെയ്യാനൊന്നും ആരും വരില്ല. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിക്കോ നോക്കിയോ, നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളൊരു പാർട്ടി നടത്തുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട്
ലോകത്ത് നിങ്ങൾക്ക് അറിയാവുന്നവരും വരും, അറിഞ്ഞുകൂടാത്തവരും വരും. ആ ഒരു സക്സസ് എൻജോയ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പലരും വരും. കഷ്ടപ്പാടിലാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ ആരെങ്കിലും വരുമോ അത് ഷെയർ ചെയ്യാനായിട്ട്? അതാണ് സംഭവം. സോ ദാറ്റ് ഈസ് ഹൗ ലൈഫ് ഈസ്. എല്ലാവർക്കും മാരേജ് കഴിക്കണില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ബ്രോ ക്യാമറ റിവ്യൂ ആൻഡ് സജസ്റ്റ് ക്യാമറാസ് ഫോർ ബെറ്റർ പ്രൈസ് ടാഗ്സ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ റിവ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് സ്പെക്സും സാധനങ്ങളും ഒക്കെ ഓൺലൈനിൽ ഇഷ്ടം പോലെ റെഡിലി അവൈലബിൾ ആണ്. ഒന്നാമത്തെ കാര്യം അതൊരു ബോറിംഗ് ടോപ്പിക്കാണ്. ഈ ക്യാമറയുടെ പ്രൈസ്, അതിൻ്റെ സ്പെക്സ്, മനസ്സിലായില്ല? അത് ഇഷ്ടം പോലെ ചാനൽ അതിൻ്റെ അത് നമ്മളീ പറയണതിൻ്റെ അത് ഭയങ്കര ബോറിംഗ് ആണ്. ഈ ടെക്നിക്കൽ സാധനങ്ങൾ കോമൺ ആൾക്കാർക്ക് അത് ഒട്ടും ദഹിക്കില്ല ആ ഒരു കോണ്ടന്റ്. ഇപ്പം എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെക്കും റിവ്യൂവിൻ്റെയും കേസ് ഇഷ്ടം പോലെ സൈറ്റ്സ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ മാത്രമല്ല ക്യാമറ റിവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ക്യാമറ വേണം, അത് റിവ്യൂ ചെയ്യാനുള്ള യൂണിറ്റ് കിട്ടണം. ക്യാമറ ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ്. അത് ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ്. മൊബൈൽ പോലെ പോലും അല്ല, മൊബൈലിൻ്റെ ഇരട്ടി പൈസയുണ്ട് ഇതിനൊക്കെ. അത് ആർക്കും നമുക്കൊന്നും ആ സാധനം കിട്ടത്തില്ല റിവ്യൂ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മളെ സ്പോൺസർ ചെയ്യണം. എന്നാടാ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തുകൊണ്ട് വേണമെങ്കിൽ പോവാം, അല്ല ട്രാവലും ചെയ്ത് അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ റിവ്യൂവും സംഭവങ്ങളും ഒക്കെ പറയാം. ഇതിപ്പോൾ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാസ് വഴി വല്ല ക്യാമറ കിട്ടും, അല്ലെങ്കിൽ വല്ല ഫോൺ കിട്ടി, അങ്ങനെ വല്ലതും കിട്ടിയാൽ മാത്രമേ എനിക്കത് റിവ്യൂ പോലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. സോ ഞാൻ ഇത് റിവ്യൂ ചാനലാക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് സോഴ്സ്. ആ ഒരു സോഴ്സ് ഇല്ല സാധനങ്ങൾ ഒപ്പിക്കാനുള്ള. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ നിങ്ങൾ നോക്കുന്ന പോലെ തന്നെ ഞാനും അതേപോലെ തന്നെ വേറെ എക്സ്റ്റേണൽ ചാനൽസ് അല്ലെങ്കിൽ മറ്റേ ഈ ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നവരുടെ ചാനൽ നോക്കുന്നു. ആ ഒരു ടെക്നിക്കൽ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. ഇപ്പോൾ എനിക്ക് പറ്റുന്നതിന് എൻ്റെ കയ്യിലൊരു ക്യാമറയോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫോട്ടോഗ്രാഫി ആസ്പെക്റ്റ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് കാണിച്ചു തരാൻ പറ്റും. എൻ്റേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അപ്പുറം ഗൈസ് എൻ്റെ ഈ ഒരു പാവപ്പെട്ട ചാനലിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി ബ്രേക്കപ്പ് സ്റ്റോറി, അതെ അതൊന്നുമില്ല ഗൈസ്. അതൊക്കെ പറഞ്ഞ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇറ്റ്സ് വെരി പേഴ്സണൽ സ്റ്റഫ്. അത് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനോ അത് ഇറ്റ്സ് നോട്ട് ഫെയർ. ബിക്കോസ് എല്ലാവരും ശരിയാണ് എൻഡ് ഓഫ് ദ ഡേ. ഇപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ മ്യൂച്വൽ തിങ്, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പം അതൊരു നല്ലപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അത് ഞാൻ പറഞ്ഞില്ലേ, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ അത് രണ്ടുപേരും തുല്യമായിട്ട് ഈക്വലി റെസ്പോൺസിബിൾ ആയിരിക്കും ആ ഒരു സാധനത്തിന്. സോ ബേസിക്കലി ദർ ഇസ് നോ പോയിന്റ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ബ്ലെയിം ചെയ്യാനോ അതൊന്നും നടക്കില്ലല്ലോ. അപ്പം അതിനെ പിന്നെ പറ്റിയൊരു ഡിസ്കഷനും വേണ്ട കേസ്, അത് വിട്ടേ. അത് ഓരോരുത്തരുടെ പ്രൈവറ്റ് ആൻഡ് വെരി പേഴ്സണൽ സംഭവങ്ങളാണ്. ബ്രേക്കപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേസ്, അത് മാത്രമാണ് അറിയണ്ടെങ്കിൽ. യെസ്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇഫ് നോട്ട് എ ഫോട്ടോഗ്രാഫർ വാട്ട് വുഡ് യു ബി? ബ്ലോഗർ ഗൈസ്. ഇപ്പം അതേ ഉള്ളൂ എനിക്കൊരു ഓപ്ഷൻ. ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിൽ ഞാൻ നേരെ യൂട്യൂബിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ പറയും ഗൈസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇട്ടിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ പ്രൊഫഷൻ വൈസ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായിരിക്കും എന്നുള്ളത്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, ഞാൻ ബാങ്കിങ്ങിൽ ജോലി ചെയ്തു, കസ്റ്റമർ സർവീസും ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങി, ഫോട്ടോഗ്രാഫിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു വ്ളോഗിങ്, യൂട്യൂബ്, ഗെയിമിങ്, ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ തീരുമാനിക്കാനോ തിരഞ്ഞെടുക്കാനോ ഉള്ളൊരു ലക്ഷറി ഒന്നും ഇല്ല കേസ്. എനിക്ക് അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻസ് ഐ ഡോണ്ട് ഹാവ്. സോ ഫോട്ടോഗ്രാഫി തന്നെ ഒരു ക്യാമറ ഉള്ളിടത്തോളം കാലം നമ്മൾ ഫോട്ടോഗ്രാഫി വെച്ച് തന്നെ ജീവിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതെന്താണ് അത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ വേറെ പേര് പറയാൻ വന്നായി. ശ്രീന എസ്, അതാണ് പുള്ളിക്കാരുടെ പേര്. വ്യൂ ഓഫ് വിക്കിയാണ് ബ്രേക്കപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ആഷിഖ് ENS. YTയിൽ ഇപ്പോൾ തന്നെ കുറേ വ്ളോഗ് ചാനൽസ് ആൻഡ് ഫുഡ് വ്ളോഗ്സ്, ബ്യൂട്ടി വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ് എക്സെട്ര. ബട്ട് അവരൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ യൂസ് ചെയ്ത് ഡ്രോൺ ഷോട്ട്സും എടുത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ട്രാവൽ വീഡിയോസ് ഇട്ടും പിന്നെ ട്രാൻസിഷനൊക്കെ വെച്ച് വീഡിയോസ് ഇട്ടിട്ടും ഇതൊന്നും ചെയ്യാതെ റോ ആയിട്ട് ഇട്ടിട്ടും വീഡിയോസ് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആരുടെയും വീഡിയോസ് കിട്ടുന്നില്ല. ബ്രോയുടെ വീഡിയോ കാണുമ്പോഴാണ് കുറച്ച് നേരം പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത്. കീപ് ഗോയിങ് ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ വരുന്നത് ഗൈസ്. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷറി ലെവലിൽ വീഡിയോ എടുക്കാനോ സംഭവം എടുക്കാനോ ഒന്നും അറിയത്തില്ല. എനിക്കിങ്ങനെ ഈ റോ ആയിട്ട് ജീവിക്കാൻ എൻ്റെ ലൈഫ് പോലെ തന്നെയാണ്. നമുക്ക് റോ ആയിട്ട് ജീവിക്കാനും റോ ആയിട്ട് സംസാരിക്കാനും റോ ആയിട്ടേ നമ്മളെ വ്ളോഗും വരത്തുള്ളൂ. സോ അതിൽ വലിയ ലക്ഷറി ആൻഡ് ഡ്രോൺ ഷോട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഗൈസ്. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത്
നമുക്ക് ആ ഒരു രീതിയിൽ വലിയ സിനിമാറ്റിക് രീതിയിൽ നമുക്ക് വ്ളോഗ് എടുക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ സായിപ്പന്മാരെ പോലെ ഫുള്ളി ഗ്രേഡൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിരുന്ന് വ്ളോഗിൽ പോലും ഗ്രേഡിങ് ഒക്കെ ചെയ്ത് ആ ലെവൽ ഓഫ് സംഭവം ഞാൻ പറഞ്ഞില്ലേ കേസ്. അതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബേസിക്കലി അത് അവരുടെ ടെക്നിക്കൽ നോളജ് കാണിച്ചിട്ട് അവർക്ക് വർക്ക് കിട്ടാനുള്ളൊരു സോഴ്സ് ആവാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല കേസ്, നമുക്ക് യൂട്യൂബിൽ കിട്ടുന്ന ഈ ഹ്യൂമൻ കണക്ഷൻസ് ആണ് എനിക്ക് വലുത്. അതല്ലാതെ മറ്റേ ഫോട്ടോഗ്രാഫി ക്ലയൻസ് ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കേസ് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു നല്ല 10 വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. അത് നമ്മൾ എഫേർട്ട് ഇടുന്ന അനുസരിച്ച് നമുക്ക് എൻ്റെ ഒരു ഫീൽഡ് ഓഫ് വർക്കിൽ എനിക്ക് ആ ഫോട്ടോഗ്രാഫി ക്ലയൻസ് മാത്രം മതി. മറ്റേ യൂട്യൂബിൽ കൂടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടുന്ന കണക്ഷൻസും ഇങ്ങനത്തെ ഈ ഒരു ബന്ധങ്ങളുണ്ടല്ലോ, ഇത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർക്കതൊരു സമാധാനത്തിൻ്റെ ഒരു സോഴ്സ് ആണ് എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം എനിക്കുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവം, വിച്ച് ഈസ് മേക്സ് മീ ഹാപ്പി സത്യം പറഞ്ഞാൽ. പിന്നെ ഡോക്ടർ ഡേവ് മാത്യു, എ റിക്വസ്റ്റ്, പ്ലീസ് ലീൻ ഇൻ ടു യുവർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടീസ്, പ്ലീസ് പബ്ലിഷ് ടിപ്സ് ഓൺ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ലേൺ വിത്ത് മീ സീരീസ് വുഡ് ഓൾസോ ബി ഗ്രേറ്റ് ബെസ്റ്റ് വിഷ്. അപ്പോൾ അതാണ് ഞാനിപ്പോഴും പറഞ്ഞതേ ഉള്ളൂ. ലൈക്ക് എനിക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാനും ഞാൻ ഇത് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇത് പറഞ്ഞു തരുന്നതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല കേസ്. അതാണ് പ്രശ്നം. എനിക്ക് സ്പെക്സ് പറഞ്ഞു തരാനോ ടെക്ക് സംഭവങ്ങൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്യൂജിയുടെയൊക്കെ ഞാൻ ചെയ്ത് ഇപ്പോൾ ഇനി ഒരു ലൈക്കയുടെ ഒരെണ്ണം ഞാൻ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്ത് ഇഫ് ഐ ബിക്കം കുറച്ചൊരു കോൺഫിഡൻ്റ് ആണ്, എനിക്കൊരു ഫോട്ടോഗ്രാഫിയെ പറ്റി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ക്യാമറയെ പറ്റി ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ആ ഒരു സംസാരിച്ച് ബലിപ്പിക്കാനുള്ള സംഭവം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്. പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ നോക്കട്ടെ കേസ്, അത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം. ബസ് അത് എനിക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അതിനെ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെ, ആ ഒരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട്. അത് സിമ്പിളായിട്ട് എടുക്കാനാണെങ്കിൽ ഓക്കെ നോക്കാം കേസ്. ഞാൻ എന്തായാലും അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. വേറെ ആൾക്കാരെന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിലെ എന്താകാനായിരുന്നു ആഗ്രഹം, മറക്കാൻ കഴിയാത്ത സ്കൂൾ സ്റ്റോറി, റാപ്പഡിക്സ്. കുഞ്ഞിലെ എന്താകാനായിരുന്നു ആഗ്രഹം? എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ സമയത്ത് പൈലറ്റ് ആവാനൊക്കെയാണ് ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പരിപാടികൾ പൈലറ്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് മറ്റേ പറന്നു പോകുമ്പം പൈലറ്റ് ആവണം, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുറേ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേസ്. നമ്മൾ കൊച്ചിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ ഇൻസ്പിറേഷനും അഡ്മിറേഷനും തോന്നും. അങ്ങനെ അതാവണം ഇതാവണം എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ അപ്പോൾ അത്ര കൊച്ചിലെ ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എന്താവണമെന്നോ. അല്ലെങ്കിൽ ഇപ്പം തന്നെ ലൈഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫർ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ യൂട്യൂബർ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നും എൻ്റെ കാൽക്കുലേഷനിലല്ല. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തിട്ടേ ഇല്ല ആ ഒരു ഫീൽഡിൽ. സോ ബേസിക്കലി അതാണ് ഞാൻ പറയുന്നത് കേസ്. ലൈഫ് നമ്മുടെ കയ്യിലല്ല. കൊച്ചിലെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ബുദ്ധിയൊന്നുമില്ല നമ്മളത് എങ്ങനെ അച്ചീവ് ചെയ്യുമെന്നുള്ള ഇതും. ബേസിക്കലി പിള്ളേരെയൊക്കെ വീട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചൊക്കെയാണ് മിക്കവരും കോഴ്സ് എടുക്കുന്നതും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ. ഒരുവിധം എല്ലാവരും കല്യാണം കഴിക്കുന്ന പോലും എനിക്ക് തോന്നുന്നു ചിലർ വീട്ടുകാർ പറയുന്ന കേട്ടിട്ടാണ്. അപ്പം അത്രമാത്രം പോലും ഫ്രീഡം ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മളുള്ളത്. അപ്പം നമുക്ക് ആ ഒരു ഫ്രീഡം ലിബർട്ടി നമുക്ക് പണ്ടേ ഇല്ല ആ ഒരു കേസിൽ. സോ പിന്നെ നമ്മളും കൺഫ്യൂസ്ഡ് ആണ് കേസ്. നമുക്കും അത്രയ്ക്ക് വലിയ വിവരമൊന്നുമില്ല ഏത് ഫീൽഡ് എടുത്തിട്ട് എന്ത് ജോലിയാണ് ചെയ്യണമെന്നൊക്കെ ഉള്ള. കൊച്ചിലെ തന്നെ നമുക്കത് മനസ്സിലാവില്ല. വലുതാകുമ്പോൾ മാത്രമേ അത് കുറച്ചെങ്കിലും ഒരു ബോധം വരത്തുള്ളൂ. അസ്സലാമു അലൈക്കും, ഡു വിസിറ്റ് മാംഗ്ലൂർ, കർണാടക. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നു മാംഗ്ലൂർ കിടിലം ഫുഡാണ്, മാംഗ്ലൂർ അടിപൊളി സ്ഥലമാണെന്നൊക്കെ ഉള്ളത്, അവിടുത്തെ സീ ഫുഡൊക്കെ അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ പണ്ടേ വിചാരിച്ചിരുന്നതാണ് വിസിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് പോയി. അപ്പം അവൾ വേറെ കൺട്രി കിട്ടുപോയി. അപ്പം ഒരു ദിവസം എന്തായാലും ഞാൻ വരും ഗൈസ്. മാംഗ്ലൂർ വന്നിട്ട് വി വിൽ ട്രൈ ഫുഡ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പം എനിക്ക് അതാണ് മെയിൻലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ലൈക്ക് ദ പീപ്പിൾ ആൻഡ് ദ കൾച്ചർ, പിന്നെ ആ ഫുഡും. വേറെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എപ്പോഴും കാണാറുണ്ട്, എല്ലാം അടിപൊളിയാണ്. കൂടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വ്ലോഗ് എടുത്ത് കാണിക്കാമോ? ഇറ്റ്സ് മീ അമൃത. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അതായിരുന്നു കാർത്തി ചെയ്തത്. അത് കൂടെ നിന്ന് നമ്മൾ അലമ്പി റെഡിയാക്കി, ആ വ്ലോഗ് കുളമാക്കി. അത് വർഷയും ഞാനും കൂടെ ചേർന്നിരുന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കതാണ് ആ കൂടെ അറിയാവുന്നത് കേസ്. തമാശ പറയാനും അലമ്പാണിക്കാനും. കുക്ക് ചെയ്തിട്ട് വെറുതെ എന്തിനാണ് ഉമ്മാക്ക് തലവേദന ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് നമ്മളത് ഞാനത് ചെയ്യുന്നില്ല. ബൈക്ക് റൈഡ് വ്ളോഗ് ചെയ്യാമോ? ആദിത്യ.
അത് ചെയ്യാൻ നോക്കാം ഗൈസ്. ഞാൻ ഈ മഴയൊക്കെ ഒന്ന് തീർന്നതിന് ശേഷം എന്തായാലും ബൈക്കൊന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കണം. കുറച്ച് നാളായിട്ട് അവിടെ ചൊറിയും കുത്തിയിരിപ്പുണ്ട് ബൈക്ക്. അപ്പം അതും നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. ഇതെല്ലാം സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. ലവ് ടു സീ സച്ച് ഹാപ്പി വ്ളോഗ്സ് ഓഫ് വ്യൂവേഴ്സ്. ജസ്റ്റ് കീപ് ഗോയിങ്. നോ ക്വസ്റ്റ്യൻസ് ഫോർ നൗ. താങ്ക് യു ബ്രോ. KS രാഘവേന്ദ്രൻ. ശ്വേത വീണ്ടും ക്വസ്റ്റ്യൻ. ഷസാം ദുബൈയിൽ സെറ്റിൽഡ് ആണോ? സനി ആൻഡ് ഷസാം കോംബോ സൂപ്പറാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ബോണ്ട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അവൻ സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ തന്നെയാണ്. ലൈക്ക് എനിക്ക് അവൻ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് നോക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രായം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ലൈഫ് നിൽക്കാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് അവനും ഭയങ്കര മെച്യൂറായിട്ട് ലൈഫിനെ കണ്ട ഒരു ആളാണ് അവന് ചെറിയ പ്രായത്തിൽ. അതായത് അവൻ കളിച്ച് ഇപ്പം അവൻ ഏതോ വ്ളോഗിലോ എന്തിലോ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ ഇപ്പോൾ ചെയ്യുന്നത്. ബേസിക്കലി അവൻ്റെ മറ്റേ ഗെയിം കളക്ട്, ഇത് കോമിക്സ് കളക്ഷൻ ആയാലും ആക്ഷൻ ഫിഗർ കളക്ഷൻ ആയാലും, അതായത് അവൻ കൊച്ചിലെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കേണ്ട സമയത്ത് അവന് മറ്റേ എന്താ പറയുമല്ലോ, കടക്കാരും മറ്റതും മറിച്ചതും കഷ്ടപ്പാടും ഒക്കെ കണ്ടു വളർന്ന ഒരുത്തനാണ്. അപ്പം ബേസിക്കലി ആ ഒരു സമയത്തെ അവൻ അത് മെച്യൂറായിട്ട് ഫേസ് ചെയ്ത ഒരാളാണ്. അപ്പം ആ മെച്യൂരിറ്റി അവൻ ഇപ്പോഴും അതാണ് അവന് ആ ഒരു സെൻസ് ഉണ്ട്. ആൾക്കാരുടെ കഷ്ടപ്പാട് കാണുമ്പോഴായാലും അവന് ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആരെങ്കിലും അവൻ്റെ അടുത്ത് കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രണ്ടാമത്തെ ഒന്നും ആലോചിക്കാതെ അവൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു നേച്ചർ അവന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കൊച്ചിലെ മുതലേ കണ്ട് വളർന്ന കഷ്ടപ്പാടിൻ്റെ അതിൻ്റെയൊക്കെ വില അവന് നല്ലപോലെ അറിയാം, ഒരാൾ എന്തായിരിക്കും അനുഭവിക്കുന്നതെന്നുള്ളത്. സോ ആ രീതിയിൽ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. ബിക്കോസ് അവൻ്റെ ചൈൽഡ്ഹുഡൊന്നും എനിക്ക് തോന്നല്ല വലുതായിട്ട് അവന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നുള്ളത്. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ അവൻ ആ ഒരു കുട്ടിത്വം അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അതിപ്പോൾ എൻ്റെ സിസ്റ്ററിനെ എടുത്താലും എന്നെ എടുത്താലും അവനെടുത്താലും വി ആർ ഓൾ എൻജോയിങ് അവർ ലൈഫ്. ഇത് പണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഫ്രീഡം നമുക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പട്ടും ഭ്രാന്തും എല്ലാം ഉണ്ടാവും കേസ്. ചിലർക്കൊക്കെ അത് ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷേ ദ തിങ് ഈസ് വി ആർ എൻജോയിങ് അവർ ലൈഫ്. അത് മാത്രമേ സത്യം പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദാറ്റ്. അല്ലാതെ ആരുടെയും വാലിഡേഷൻ ഒന്നും നമ്മൾ നോക്കുന്നില്ല കേസ്. അതിപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അതിപ്പോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. സോ ഇപ്പം ചെയ്ത് നമ്മുടെ ഒരു ആശ തീർക്കുന്നു എന്നേ ഉള്ളൂ കേസ്, അല്ല വേറെ ഒന്നുമില്ല. ആത്മാ മടശ്ശേരി. ഇഫ് യു എവർ പ്ലാൻ ടു ലോഞ്ച് എ മെർച്ച് വുഡ് ഇറ്റ് ബി ക്യാപ്പ് എൽസ് വാട്ട്? ഞാൻ മെർച്ച് ലോഞ്ച് ചെയ്യണമെങ്കിൽ ടീഷർട്ട്, ക്യാപ്പ്, മഗ്, അങ്ങനത്തെ ബാഗ്, ഇങ്ങനത്തെയൊക്കെ കുറേ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും കേസ് ഞാൻ എൻ്റെ മെർച്ചായിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ എനിക്ക് പ്ലാനുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്തെങ്കിലും കുറച്ചത് ഫണ്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മെർച്ചൻഡൈസിങ്. ഇഫ് യു എവർ പ്ലാൻ എ ഗീവ് അവേ ഈസ് ദർ എ ചാൻസ് ഫോർ എ പ്രിന്റഡ് ആൻഡ് സൈൻഡ് ഫോട്ടോ ഫ്രം യുവർ ക്യാമറ കളക്ഷനോ ഫ്രം യുവർ ഫോട്ടോ കളക്ഷൻ? അത് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൂ കേസ്. അതൊക്കെ ചെയ്യാവുന്ന സംഭവമാണ്. ഗീവ് അവേയിൽ പ്രിൻറ്റും സൈനും ചെയ്ത ഫോട്ടോ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. യു ഡൂയിങ് വെരി വെൽ മിസ്റ്റർ ഫ്ലാഷ്. വിഷിംഗ് ഓൾ സക്സസ്. താങ്ക് യു സോ മച്ച് ആത്മ. What is your advice to the one person who is currently at the same hard situation as you faced on your past? One path Islam. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ് കേസ്. നമ്മൾ ഒരു ഹോപ്പില്ലാത്ത രീതിയിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം ഹോപ്പ്ലെസ് ആയി നിൽക്കുന്നു അത്രത്തോളം നമ്മൾ ഹോപ്പ് ഉണ്ടാക്കാൻ നോക്കുക. എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേസ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, ഒരു എന്താ പറയുമല്ലോ, ഒരു വൃത്തികെട്ട ഒരു അവസ്ഥയിൽ നമ്മളെത്തും. സോ എൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുവായിരുന്നു കേസ്. ലൈക്ക് ഇത് ഈ കഷ്ടപ്പാടുകൾ മാറും, നമുക്ക് നല്ലൊരു കാലം വരും എന്നുള്ളൊരു ആഗ്രഹം, എൻ്റെ ഡ്രീം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കാണും. അത് ഈ കഷ്ടപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ലൈക്ക് അറ്റ് ദ മാക്സിമം വേസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു നല്ല കാലം ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷയും ആ ഒരു സ്വപ്നവും കണ്ടാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. സോ ബേസിക്കലി ഈ ഒരു ഹാർഡ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരു മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഹോപ്പ് കളയാതെ നോക്കുക, മാക്സിമം സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. എനിക്കറിയാം ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചെയ്ത എനിക്കും അറിയാം ഇതെന്ത് പാടായിരുന്നു എന്നുള്ളത്, ഇത് സർവൈവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. പക്ഷെ നമ്മളത് സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്ന ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും കിട്ടും. ആ ഒരു ഹാർഡ് ടൈമിൽ നമുക്ക് എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ഉറക്കമില്ലായ്മയും ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ദിവസം കഷ്ടപ്പാട് തീരുന്നതിൻ്റെ അന്ന് അത് എന്തായാലും ഉണ്ടാവും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ. ആരും ലൈക്ക് ഡിജക്റ്റഡ് ആവരുത്. നിങ്ങൾക്കൊന്നും ആ ഒരു അവസ്ഥ വരൂല എന്നല്ല,
എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ വരും വേർ യു ഫീൽ റിലീവ്ഡ് ആൻഡ് ഹാപ്പി ആൻഡ് അറ്റ് പീസ്. ആ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ലൈഫിനൊരു വിലയുണ്ടാകുന്നതും നമുക്ക് ചുറ്റുമുള്ളവരൊരു വാല്യൂ വരുന്നതും നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരെ ഒരു ബഹുമാനം തോന്നുന്നതും അവരൊക്കെ കൂടുതൽ സ്നേഹം തോന്നുന്നതൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഹ്യൂമൻ വാല്യൂസിന് ഒരു വില വരും, ഹ്യൂമൻ വാല്യൂസിനും വില വരും, ജീവിതത്തിനോടും ഒരു എന്താ പറയുക ഒരു ബഹുമാനമൊക്കെ തോന്നി തുടങ്ങും. മനസ്സിലായില്ലേ? സോ ബി ബ്രേവ് ഗൈസ്. എന്നിട്ട് എന്തായാലും ഹോപ്പ്ഫുള്ളായിരിക്കുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു നല്ല കാലം വരും എന്നുള്ളത് തീർച്ചയായിട്ടും വരും. ദിസ് ഈസ് നോട്ട് അബൌട്ട് Q&A ബട്ട് വ്ളോഗ്സ് ആർ സോ ബ്യൂട്ടിഫുൾ ആൻഡ് അൺഫിൽറ്റഡ്. താങ്ക് യു ഡവർക്കി. ബെസ്റ്റ് എടുത്ത് നോക്കിയാണ് അബ്ദു ആഷിഫ്. അതിന് ബ്രോ തൊപ്പിയൊന്ന് ഊരി കാണിക്കുമോ? മുടി എണ്ണാൻ വേണ്ടിയാ. നീ എണ്ണണ്ടാ നീ തൽക്കാലം നിന്റെ തലയിൽ മുടി ഉണ്ടല്ലോ, നീ അത് എണ്ണിക്കൊണ്ടിരുന്നാൽ മതി. തൊപ്പിയൊന്നും ഊരുന്നില്ല. തൊപ്പി 1 മില്യണിൽ ഊരി കാണിക്കാൻ വേണമെങ്കിൽ. ആ സമയത്ത് മിക്കവാറും ഞാൻ ഹെയർ ഫിക്സിങ് ഒക്കെ ചെയ്ത് മുടി വളർത്തോടാം. എന്നിട്ട് നീ വേണമെങ്കിൽ എണ്ണിക്കോ. ഇപ്പം എന്തായാലും എണ്ണണ്ടാ നീ. ഷാരോൺ സാറാ ജേക്കബ്, നന്നായി സനി ബ്രോ പറഞ്ഞതിന് 200 രൂപ ലാഭിച്ചു. അതെന്താണ് മനസ്സിലായില്ല? 200 രൂപ ലാഭിച്ചു, വാട്ട് ഈസ് ദാറ്റ്? അതെനിക്ക് മനസ്സിലായില്ല സാറാ. ഷാരോൺ. വിഷ്ണു സുന്ദർ, വാട്ട് യു ഹാവ് ടു ആസ്ക് മീ വെൻ വി മീറ്റ് വൺ ഡേ. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാടാ, അതാണ് ഏറ്റവും വലിയ കാര്യം. നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതാണ്. നീ സുഖമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? എല്ലാവർക്കും നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഗൈസ്, ആർ യു ഹാപ്പി അല്ലെങ്കിൽ ആർ യു ഫൈൻ. നമ്മൾ ഒരാൾ സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് കേൾക്കുമ്പം, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് അറിയാവുന്നവരായിക്കോട്ടെ അറിഞ്ഞൂടാത്തവരായിക്കോട്ടെ, അവർ നല്ലപോലെ ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഗൈസ്. എനിക്ക് അത് ഭയങ്കര വലിയൊരു കിക്കാണ്. അത് അറിയുന്നത് ഞാൻ ഈ വീഡിയോസൊക്കെ ഇരുന്ന് കാണും യൂട്യൂബിൽ, സക്സസ് സ്റ്റോറീസ്, കോമ്പറ്റീഷൻ, ആൾക്കാർ ജയിക്കുന്ന സംഭവങ്ങൾ. എനിക്ക് ഈ ആൾക്കാരുടെ ഹാപ്പിനെസ് കാണുമ്പം, പ്രത്യേകിച്ച് അത് കാണുമ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറയും. എനിക്ക് അങ്ങനെ ഈ ബാക്കിയുള്ളവരുടെ സക്സസ്സും ബാക്കിയുള്ളവരുടെ ഒരു സന്തോഷം കാണുമ്പം ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇത് വരും, ഒരു തേങ്ങൽ പോലെ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഇതൊന്നും ചെക്ക് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണോ, നമുക്ക് എന്താണ് വേണ്ടത് ലൈഫിൽ, ഇതൊന്നും അങ്ങനെ അന്വേഷിച്ചിട്ടോ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. സോ ബേസിക്കലി ബാക്കിയുള്ളവർ ഇത് ഈ അച്ചീവ് ചെയ്ത് അവരവരുടെ ലൈഫിലെ സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ഇതേപോലെ ഒരു കോമ്പറ്റീഷൻ ജയിച്ച് അതിൻ്റെ വിന്നിങ് ആളാവുന്നതോ അവരുടെ ആ ഒരു സന്തോഷ കണ്ണീരൊക്കെ കാണുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫീൽ പ്രൗഡ് ഫോർ ദം. നമുക്ക് അവരെ പറ്റി ആലോചിച്ച് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് വരുന്നത്. ദേ ആർ ഓൾസോ അവർ ഫെല്ലോ ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. നമ്മളെ ഈ ലോകത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ മലയാളികളായിക്കോട്ടെ, സായിപ്പന്മാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട് ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഡു ട്രാവൽ വ്ളോഗ്സ് പ്ലാൻ ഉണ്ട് ഗൈസ്. ഹൃത്തിക്, ASMR കണ്ടന്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലടാ, എനിക്ക് അത് അങ്ങനെ ഒരു കണ്ടന്റ് മാത്രം ചെയ്തുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ASMR ചില സമയത്തൊക്കെ എനിക്ക് തന്നെ അത് ഇറിറ്റേഷനാണ്. ASMR ബ്രോ എപ്പോഴും വ്ളോഗിൽ പറയുന്നു അപ്കമിങ് ട്രാവൽ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് പറയും. വൺസ് അത് പബ്ലിക്കലി പറഞ്ഞു കഴിയുമ്പോൾ ബ്രോയ്ക്ക് തന്നെ അത് ചെയ്യാനൊരു റീസൺ ഉണ്ടാകും. കാർത്തിക് ബ്രോ 60 സെക്കൻഡ് 60 പ്ലേസ് ചെയ്തതിന് മുന്നേ പ്ലാൻ ഇട്ടില്ലേ? നാദർ അഷ്റഫ് അലി, എടാ അങ്ങനത്തെ പ്ലാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മൂഡ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോൾ ഈ സംസാരിക്കുന്ന പോലെ എന്നും സംസാരിക്കാൻ പറ്റൂല ഗൈസ്. എനിക്ക് ചില സമയത്ത് എൻ്റെ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചില സമയത്ത് എനിക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ആ റൂമിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇറങ്ങാറ് പോലുമില്ല. അപ്പം എനിക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട്, ആ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അത് എനിക്ക് എന്നത് ഞാൻ പുറത്തിറങ്ങി ചാടി ഇറങ്ങി അത് ആ ഒരു എന്തൂസിയാസത്തോടെ ഇറങ്ങും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്. ഞാൻ എന്തായാലും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഏത് സ്ഥലത്തോട്ടാണ് ആദ്യം പോകണമെന്നുള്ളത്, ഫണ്ടിൻ്റെ കേസ്, ട്രാവൽ, പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും താമസിക്കുന്നതും ഇതെല്ലാം പ്ലാൻ ചെയ്യണമല്ലോ ഈ ട്രാവൽ എന്ന് പറയുന്നത്. ഇല്ലേ പിന്നെ ഒന്നും അറിഞ്ഞുകൂടാതെ ഒന്നും നോക്കാതെ ചുമ്മാ കണ്ണും പൂട്ടി ഇറങ്ങണ ഒരു സെറ്റപ്പ് ആണെങ്കിൽ അത് എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം എന്നെപ്പോലെ ഉള്ള ഒരാൾക്കത് എങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കാർത്തികിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികിന് നല്ല രീതിയിലുള്ളൊരു ട്രാവൽ ചെയ്യാനായാലും എന്ത് ചെയ്യാനും അവൻ ആ ഒരു ഐഡിയയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ഇതൊന്നും അങ്ങനെ അധികം ചെയ്തിട്ടുമില്ല. ലൈഫ് അങ്ങനെ ഞാൻ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സോ ദിസ് വിൽ ഓൾവേസ് ബി ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി ഉണ്ട് ഈ സാധനങ്ങളിലൊക്കെ. അപ്പം ഐ വിൽ ട്രൈ ടു ഓവർകം ദാറ്റ്. അത് ചെയ്യുന്ന സമയം മുതൽ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യാനായിട്ടുള്ളൊരു ആങ്സൈറ്റി ഓവർകം ചെയ്ത പോലെ തന്നെ മേ ബി വൺസ് ഐ ഡു ഒരു 1-2 വ്ളോഗ് ചെയ്യുമ്പം എനിക്ക് ട്രാവലിനോടുള്ള ഒരു ആങ്സൈറ്റി മാറും. ലെറ്റ്സ് സീ ഗൈസ്, അത് ഞാൻ നോക്കാം.
ഞാൻ ഇപ്പം എൻ്റെ ടൈം എടുത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എവിടെയാ ബ്രോ? കല്യാണം കഴിക്കുന്നില്ലേ? സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഖത്തറിലടേ. അവൾ തിരിച്ചു പോയി അവളെ വ്ളോഗിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം കാണാം. അഹ്ലൻ ഹാരിസ്. ആ പൂച്ചയെ തരുമോ? ചുമ്മാ ചോദിച്ചാൽ. പൂച്ചയെ ഒരിക്കലും തരൂല ഐഷാന നിസാർ. പൂച്ച എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ ഏക കൂട്ട് അവനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മുറിയിലാണ് അവൻ്റെ എപ്പോഴും അവൻ വന്നിരിക്കുന്നത്. അവന് തന്നെ അറിയാം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണം. അവൻ ഓടിച്ചാടി വരും, മനസ്സിലായല്ലേ? അത്രത്തോളം കമ്പനി തരുന്ന ഒരാളെ ഞാൻ ഒരിക്കലും തരൂല ഗൈസ്. കുറെ കടിയൊക്കെ തരും, എൻ്റെ കൈ മൊത്തം പാടാണ് ആ കടിച്ചതിൻ്റെ, എന്നാലും തരൂല. Shazam always say in his mobile phone review that this particular shot is taken by my brother. So please do more and more travel plus photography video in your channel. We would like to improve our photography skills. So please include camera tips and tricks for better outdoor shots. Keep rolling bro from Rivian. Agil GM. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. അതന്നെ, ഞാൻ അവൻ്റെ കൂടെ ആകുമ്പോൾ അവൻ്റെ ഫോണും അവൻ്റെ കൂടെയാണ് നമ്മൾ നടന്ന് റിവ്യൂവിന് വേണ്ടിയുള്ള ഷോർട്സ് ഒക്കെ എടുക്കണം. അപ്പം ഒറ്റയ്ക്ക് എനിക്ക് കുറച്ചൊരു മടിയുണ്ട്. പക്ഷേ ആരെങ്കിലും കൂടെ ഉള്ളപ്പോൾ ഞാൻ നല്ല ചില്ലായിട്ട് ചാടി ഓടി നടക്കും. ഇത് നോക്കിയ ഒരു മിനിറ്റ്, ആ സാധനം കണ്ട ഒരുമാതിരി ഒരു ഷേപ്പിൽ നിന്നിരിക്കുന്നത്. അയ്യോ രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തോ സൈൻ പോലെ. എന്തോ സ്ക്രോൾ ചെയ്തിട്ട് കുറേ ഉണ്ടടേ. 110 തീരുന്നില്ലേ? ലാസ്റ്റ് നിന്ന് ഇനിയിപ്പം മുകളിലോട്ട് പോകാം ഗൈസ്. ഒരു മിനിറ്റ്, ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട്. വാട്ട് അബൌട്ട് യുവർ ഗെയിമിംഗ് ചാനൽ? നിർത്തിയോ? ഇല്ലടാ, ഗെയിമിംഗ് ചാനൽ നിർത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ടൈമിംഗ് ഒന്ന് സെറ്റാക്കണം. അത് എപ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമിംഗ് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ സ്ട്രീമിങ്ങും വ്ളോഗിങ്ങും എല്ലാം സൈമൾട്ടേനിയസ്ലി ഒരു കൊണ്ടുപോകാന്നുള്ള പ്ലാനിലാണ്. ലെറ്റ്സ് സീ. Already a viewer subscriber has asked this question. Would like to ask once again, why are you Shaz and Karthi bro doing the same content? It's just that apart from everybody's camera and the what you guys talk and the presentation you show us are the same. Only difference is you're calm when you talk and others are a bit hyper. അത് സംഭവം വൈ ദ സെയിം കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറായി തുടങ്ങി. അതുകൊണ്ട് അതിൽ ചേഞ്ച് കൊണ്ടുവന്ന് നന്നായി. നിങ്ങളുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. യു ആക്ച്വലി മെൻഷൻ യുവർ ലിമിറ്റേഷൻ ബട്ട് സ്റ്റിൽ വൈബാണ്, സൂപ്പർ വൈബ്. നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണ്. അതായത് KGS സുരേന്ദ്രൻ ബ്രോ. തിങ് ഈസ്, ഞാൻ പറഞ്ഞുതരാം. ഈ കാർത്തി, ഷാസ്, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ വ്ളോഗ് എന്നുള്ളതിലുപരി നമ്മൾ നല്ല കമ്പനിയാണ്. സോ ഇവരൊക്കെ ഒരേ സമയത്ത് നാട്ടിലുള്ളപ്പം ഇപ്പോൾ ഷാരൂഖും കൂടെ ഉണ്ടെങ്കിൽ അവളും വ്ളോഗറാണ്. അപ്പം 4 വ്ളോഗർമാർ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കാണിക്കുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ബിക്കോസ് അവർ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യുന്നത് കൊണ്ട് വേറൊരു ആസ്പെക്റ്റ്, അല്ലെങ്കിൽ അവരിപ്പോൾ 4 പേര് കൂടിയിരിക്കുന്നിടത്ത് നിന്ന് വെളിയിറങ്ങിപ്പോയിട്ട് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ബേസിക്കലി അത് ഭയങ്കര കോമൺ കണ്ടന്റ് ആയിരിക്കും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതിപ്പം എന്നും ഉണ്ടാവത്തൊന്നുമില്ല. അത് വല്ലപ്പോഴും ഇതേപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പം എല്ലാവരും ഒരുമിച്ചുള്ളപ്പം ആ ഒരു കോണ്ടന്റ് സിമിലറായി വരുന്നതാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ അബദ്ധമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അതങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു. കാർത്തി തന്നെ അത് ഷൂട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഷാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പെർസ്പെക്റ്റീവ് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബിക്കോസ് അവർക്കറിയാം കാർത്തി ഷൂട്ട് ചെയ്യണം, ഷാസ് ചിലപ്പോൾ ഷൂട്ട് ചെയ്യില്ല, ഷാസ് ഷൂട്ട് ചെയ്യണം, കാർത്തി ഷൂട്ട് ചെയ്യില്ല. പക്ഷേ എനിക്കിതിൻ്റെ ഇൻഎക്സ്പീരിയൻസ് കാരണം ഞാനിങ്ങനെ BTS ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടാണ് ഇതൊരു കുറച്ചിത്തിരി ഓവർ ക്രൗഡഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് പിന്നെ തീരുമാനിച്ചതാണ്. ഇപ്പം അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇനി ഇപ്പോൾ കാർത്തിയാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി എൻ്റെ ഇടയിൽ കയറി കിടക്കത്തില്ല. ബിക്കോസ് അതിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് മിക്കവർക്കും അത് ബോറിംഗ് ആയിട്ട് തോന്നാം. സോ ഐ ട്രൈ മൈ ബെസ്റ്റ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് രീതിയിൽ നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം നോക്കാം ഗൈസ്. അതിപ്പോൾ ഓരോരുത്തർ ഡിഫറെൻറ്റ് ഒരു സംഭവത്തിൽ തന്നെ പോവാം, കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഗൈസ്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കട്ടെ. കുറേ ഉണ്ട്, പക്ഷേ ഞാനൊരു ലാസ്റ്റ് 2-3 എണ്ണവും കൂടെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ വായിച്ചിട്ട് നിർത്താം. അപ്പോൾ തന്നെ എത്ര മിനിറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ എൻജോയ് യുവർ വ്ളോഗ് ബ്രോ. അജിത് ജത്ത്, താങ്ക് യു ബ്രോ. ജസ്മി അംജദ്, അടിപൊളി ബ്രോ, താങ്ക് യു സോ മച്ച് ജസ്മി. ബ്രോയുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇൻ യൂട്യൂബ് ആസ് വെൽ ആസ് ഇൻ ലൈഫ്. കോഴിക്കോട് വന്നിട്ടുണ്ടോ? ഇല്ല ഫാദിലായിട്ട് ഞാൻ വന്നിട്ടില്ല. കോഴിക്കോട് വരണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും അടുത്ത മാസം വല്ലതൊക്കെ വരാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് കഫിക്കാനയുടെ എന്തോ ഇനാഗുറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വരും. കോഴിക്കോട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഇതൊക്കെയായിട്ടും വിസിറ്റ് ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ പ്ലാൻസ് ഇൻ യൂട്യൂബ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അത് യൂട്യൂബിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആ ഒരു യൂട്യൂബ് ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്കിത് എത്രത്തോളം എൻജോയബിൾ ആണ്, നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റബിൾ ആണെന്നനുസരിച്ചിരിക്കും എൻ്റെ യൂട്യൂബിലെ ഫ്യൂച്ചർ. ലൈഫിലേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. ഇനി ബിക്കോസ് ഞാൻ ലൈഫിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ട്രാവൽ ആയിക്കോട്ടെ,
എൻ്റെ തന്നെ എനിക്ക് തന്നെ എന്തൊക്കെയാണ് സന്തോഷം വരുന്ന സാധനങ്ങൾ എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെയാണ് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ കുറേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് എനിക്കിനി എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും. ഇപ്പോൾ ഗെയിമിങ് തുടങ്ങി, വ്ളോഗിങ് തുടങ്ങി, ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നുള്ള സാധനങ്ങളുടെ പുറകെ ഞാൻ പോകും. അതിലിപ്പോൾ ഏജ് ഒന്നും നോക്കുന്നില്ല. അതിപ്പോൾ ക്രിഞ്ച് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആൾക്കാർക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും ഇഷ്ടക്കേടോ തമാശയായിട്ട് തോന്നണമെങ്കിലോ അത് എനിക്ക് വലിയ ബോധർ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പാത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. അത് ആര് വിചാരിച്ചാലും ഒന്നും, ബിക്കോസ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ഇത് തുടങ്ങിയത് വ്ളോഗ്. അതല്ലാതെ ആർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമല്ല കേസ്. അതിപ്പോൾ ആർക്കും എന്നെ ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. സോ അതേപോലെ ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ആ ഒരു സംഭവമാണ് ഇനി എൻ്റെ ഫ്യൂച്ചർ. വാട്ട് എവർ മേക്സ് മീ ഹാപ്പി ഞാൻ അത് ചെയ്യും കേസ്. KL26 അടൂർ വഴി വല്ലതും വരുന്നതിൽ ഓർക്കുവാണെങ്കിൽ ഒന്ന് പറയണേ, ജസ്റ്റ് ഒന്ന് കാണാൻ. ടൈനി ഹ്യൂമൻ, താങ്ക് യു സോ മച്ച് ബ്രോ. എന്തായാലും പറയാം, അടൂർ വഴി. മാരേജ് ഇല്ല, ദേവി ദേവരാജ് മാരേജ് ഒന്നും ഇപ്പം എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മാരേജ് പോയിട്ട് ഇപ്പം സ്നേഹിക്കാൻ തന്നെ ആരെങ്കിലും പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവോ ഇല്ലെന്നുള്ളതൊന്നും എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എല്ലാം ഒരു ടെമ്പററി സംഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പീപ്പിൾ ഡോണ്ട് കമ്മിറ്റ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പണ്ട് എനിക്കും ഇതേ അവസ്ഥയായിരുന്നു കേസ്. എനിക്കും അങ്ങനെ ആൾക്കാരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നോ കല്യാണം കഴിക്കണമെന്നോ എന്നുള്ളൊരിതില്ലായിരുന്നു. എപ്പോഴും ഈ കമ്മിറ്റ്മെൻറ്റ് പേടിച്ച് ഓടുന്ന ഒരു സ്വഭാവം തന്നെയാണ് എനിക്കും. ഇപ്പോൾ അതേ സെയിം സംഭവം എനിക്കും തിരിച്ചു കിട്ടുന്നു എന്നേ ഉള്ളൂ. ബിക്കോസ് ഞാൻ എപ്പോഴൊക്കെ എനിക്കുള്ള ഇതിലും അങ്ങനെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രയോറിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ ആ സെയിം സംഭവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ കർമ്മ എന്നൊക്കെ പറയുന്നത് തന്നെ. എനിക്ക് പണ്ട് കമ്മിറ്റ്മെൻറ്റിൻ്റെ അടുത്ത് ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് ഫോബിയായിരുന്നു. അതിപ്പോൾ തൽക്കാലം എനിക്ക് ഞാൻ എപ്പോഴൊക്കെ ഇതിലോട്ട് കയറുന്നു എനിക്ക് ഈ സെയിം സാധനം തിരിച്ചു കിട്ടും. സോ ബേസിക്കലി വാട്ട് യു ഗീവ് യു ഗെറ്റ് എന്നാണല്ലോ. അത് കിട്ടുന്നുണ്ട്. അതിൽ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഗൈസ്. നമ്മൾ ചെയ്തിട്ടുള്ളതിന് നമുക്ക് തിരിച്ച് കിട്ടണം, എന്നാലേ നമ്മൾ പഠിക്കും. ഡ്രീം കാർ ഏതാണ്? ഇല്ലടാ, എനിക്ക് ഏതെങ്കിലും 4 ടയറുള്ള ഓട്ടിക്കാൻ പറ്റിയൊരു സാധനം മതി. കിട്ടാൻ എനിക്ക് അങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല. ഇപ്പം ഷാസിൻ്റെ കാറുണ്ട്, വേറെയാണ് എനിക്കിപ്പം ഫേവറേറ്റ് സാധനം. അതിപ്പം ഞാനാണ് ഏറ്റവും കൂടുതൽ ഓട്ടിക്കുന്നത്. ബിക്കോസ് അവിടെ നാട്ടിൽ ഇല്ലല്ലോ. അപ്പം ഫുൾ ടൈം അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഓട്ടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ അപ്പോൾ അതൊരു BMW ആണോ ബെൻസ് ആണോ എന്നൊന്നും നോക്കുന്നില്ല കേസ്. എനിക്ക് അങ്ങനത്തെ ആ ഒരു എലൈറ്റ് ക്ലാസ് മെൻറ്റാലിറ്റി ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ആവശ്യം നടന്നു പോകണം. അപ്പം ആ ഒരു സംഭവം ഉണ്ട്. ബാക്കി ഡ്രീമിലെ കാറൊക്കെ ഞാൻ ഡ്രീമിൽ ഓട്ടിക്കൂടാ. അത് ജീവിതത്തിൽ വേണമെന്നൊന്നുമില്ല. അങ്ങനെ എനിക്ക് വലിയൊരു എന്താ പറയാമല്ലോ, ഇത് കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അത്യാഗ്രഹം അതൊന്നുമില്ല എനിക്ക്. ലൈക്ക് വെരി ലിമിറ്റഡ് പരിപാടീസ്, ആഗ്രഹങ്ങൾ. വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് ഫിയർ? ബിഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ വിട്ടു പോകുന്നത്, എനിക്ക് നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയൊരു ഫിയറാണ് കേസ്. അതിപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആളായിക്കോട്ടെ, എൻ്റെ കുടുംബം ആയിക്കോട്ടെ, എൻ്റെ കൂടപ്പുറപ്പായിക്കോട്ടെ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്നെ വിട്ടു പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നതോ, ദാറ്റ് ഈസ് മൈ ബിഗസ്റ്റ് ഫിയർ. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഇവരില്ലാത്തൊരു ജീവിതം, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് മേക്സ് മീ കൈൻഡ് ഓഫ് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഷോക്കിൽ ആവും നമ്മൾ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് കേസ്. എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചത്ത് ഭ്രാന്തനെ പോലെ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സംഭവമാണ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു അസ്ഥി പിടിച്ച സാധനം എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ബോണ്ടുകൾ ഞാനിപ്പോൾ ഈ ബോണ്ട്സ് കീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര എന്താ പറയുമല്ലോ, എനിക്കൊരു ഇതുണ്ട്. ലൈക്ക് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പം അതിലെന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഒട്ടും താങ്ങാൻ പറ്റാത്ത സംഭവമാണ്. സോ ഐ ഹോപ്പ് ഹ്യൂമൻ കണക്ഷൻസ് ഹൂവർ എനിക്കുള്ളവർ സന്തോഷമായിട്ടും ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുന്നതാണ് ഗൈസ് ഏറ്റവും വലിയ പ്രാർത്ഥനയും ഏറ്റവും വലിയ പ്രെയർ. അതിപ്പോൾ എത്ര ദൂരത്തിരിക്കുന്ന ആളായിക്കോട്ടെ അടുത്തിരിക്കുന്ന ആളായിക്കോട്ടെ, എല്ലാവരും പക്ഷേ നൈസായിട്ടും സന്തോഷമായിട്ടും നിൽക്കണം. അതാണ്. ഞാനങ്ങനെ എല്ലാവരുടെയും വ്ളോഗ്സ് കാണാറില്ല. ബട്ട് സനി ബ്രോയുടെ വ്ളോഗ്സ് നല്ല രസമാണ്. നെക്സ്റ്റ് ടൈം ട്രിവാൻഡ്രം വരുമ്പോൾ മീറ്റ് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്രീഷ് ഒഫീഷ്യൽ അല്ലേ, അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറേ നാളായിട്ട് നമ്മളെ ചാനലിലൊക്കെ കാണും. അവൻ ഗെയിമിംഗ് ചാനലിലും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ ചെറിയ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് കേസ്. എല്ലാവരും നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻറ് ഉണ്ടാക്കുക. ഐ ആം ഷുവർ ഇത് ക്ലിക്കാവും. എല്ലാവരെയും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ല കണ്ടൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്യും. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. വൈ ആർ യു നോട്ട് റീസ്റ്റാർട്ടിങ് ജിം? രാഖി ശങ്കർ ഉടനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
കർമ്മയിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് തിരിച്ചു കിട്ടും. അതിപ്പം ഞാൻ ചെയ്തതായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ദാറ്റ് തിങ് ഹാപ്പൻസ്. അതായത് നമുക്കത് തിരിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ബോധം വരുന്നത്. ഓ ഷിറ്റ്, ഇത് നമ്മളും പണ്ട് ചെയ്തിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുമോ നമുക്കിതിങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് ഗൈസ് മാക്സിമം നല്ലത് ചെയ്യാൻ നോക്കുക, ഒരാളെയും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാതെ നോക്കുക, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കുക. സോ നമ്മള് തെറ്റ് ചെയ്യാത്തവരായിട്ടൊന്നും ആരുമില്ല, പൊട്ടത്തരങ്ങൾ കാണിക്കാത്ത ആരുമില്ല, മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാത്ത ആരുമില്ല. സോ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയുന്നത് മണ്ടത്തരമാണെന്നോ പൊട്ടത്തരമാണെന്നോ ഇൻസെൻസിറ്റീവായിട്ട് പറയുന്നതാണെന്നോ ഇമ്മച്ചുവറായിട്ട് പറയുന്നതെന്നുള്ളൊരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം. അത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ആ പറഞ്ഞ് കഴിയുന്നതോടുകൂടി ആ സാധനം ചിലപ്പോൾ എൻഡ് ആവും. പക്ഷേ വി നീഡ് ടു ബി അവെയർ. അതായത് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ അതേ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? നമുക്ക് ആ വരുന്ന നഷ്ടം ചിലപ്പോൾ ഭയങ്കര വലുതായിരിക്കും. ബട്ട് ട്രൈ ടു ബി ബെറ്റർ ദാൻ വാട്ട് യു വെയർ. അത് പറയുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. കർമ്മ ഈസ് എ റിയൽ തിങ് ഗൈസ്. വന്ന് അനുഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ ഒന്നും ഇല്ലെന്നാണ്. ഉണ്ട് കുറേ, ബാക്കിയെല്ലാം റിപ്പീറ്റഡ് സാധനങ്ങളാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ തപ്പട്ടെ. ഓക്കെ ഗൈസ്, വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ബ്രോ വാപ്പച്ചിയെ പറ്റി പറയുമോ, വാട്ട് ഹാപ്പൻ? വാപ്പച്ചിക്ക് പറ്റി പറയാണ്ട്, വാപ്പച്ചി ട്രിവാൻഡ്രത്താണ് ഗൈസ്. നാട്ടിലാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത്. ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ Q&Aയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാരൻസ് സെപ്പറേറ്റഡ് ആണ്, ലൈക്ക് ഡിവോഴ്സ്ഡ് ആണ്. സോ ഹീസ് ലീവിങ് അവിടെ. ഉമ്മ നമ്മളെ കൂടെയാണ്. സോ പുള്ളി സുഖമായിട്ടിരിപ്പുണ്ട്. കുറച്ച് ഈയിടയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിയുടെ നടുവിന്. അപ്പം അതൊക്കെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കുന്നുണ്ട്. ടച്ചിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാരൻസിൻ്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ, എന്താ ചെറിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. പാരൻസിൻ്റെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം എനിക്ക് തോന്നുന്നു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ് ഉള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത്. സോ അത് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഇതിലും പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതിനെപ്പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ വയ്യ. നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് ഇറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് എനിവൺ ക്യാൻ ഫേസ് ഓർ ഫേസസ്. സോ അതാണ് വാപ്പയെ പറ്റി. വാപ്പ സുഖമായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ അതൊക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹാപ്പി സോൾ. സനു എന്ന് പോലാണ് ജിമ്മിൽ പോയി തുടങ്ങുക, ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കട്ടോ, ഷുഗർ കഴിക്കുന്ന മാക്സിമം കുറയ്ക്കുക. അതൊക്കെ ഓക്കെ ഗൈസ്, സെറ്റാക്കാം. എനിക്കറിയാം. താങ്ക് യു ഫോർ യുവർ കൺസേൺ അബൌട്ട് യുവർ ഹെൽത്ത് ബിക്കോസ് വി ലവ് യു ആൻഡ് വി വോണ്ട് യു ബി ഹെൽത്തി സനു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ എന്താണ് സനു ഹോബി? ഫോട്ടോഗ്രാഫി, ട്രാവലിംഗ് അല്ല, ഫോട്ടോഗ്രാഫിയും മറ്റേ ഡ്രൈവിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അത് ഹോബി എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്, ഫുഡിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ അതാണ് ഇപ്പോൾ പുള്ളിക്കാരനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹെൽത്ത് നല്ലപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ശ്രദ്ധിക്കാം. ആ ഹോബി മിക്കവാറും കുറയ്ക്കേണ്ടി വരും ഡ്രൈവ് ചെയ്ത് ഫുഡ് അടിക്കുന്നതിന്. ബുക്സ് വായിക്കാറുണ്ടോ? ഇല്ല. ദേഷ്യം തോന്നുമ്പോൾ എന്താണ് ചെയ്യാറ്? മിണ്ടാതിരിക്കും ഗൈസ്. ഐ സ്റ്റേ ക്വയറ്റ്, ഐ കീപ് ക്വയറ്റ്. ദേഷ്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കുന്നത് മിണ്ടാതിരുന്നിട്ടാണ്. ജേർണലോ ഡയറി എഴുതുന്ന വ്യക്തിയാണോ? ഇല്ല. ഷാസിൻ്റെ മിനിയുടെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? രണ്ടുപേരും ഹെൽപ്ഫുൾ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ആൻഡ് ദ തിങ് ഈസ് ദേ ആർ വെരി സ്വീറ്റ് ടു അതേഴ്സ്. ലൈക്ക് ബാക്കിയുള്ള ആൾക്കാരോട് ഭയങ്കര റെസ്പെക്റ്റും ലവും ഉള്ള വ്യക്തികളാണ്. ബിക്കോസ് ദേ നോ ദ വാല്യൂ ഓഫ് ഇറ്റ്. ഫേവറേറ്റ് ആക്ടർ യു ലവ് ടു മീറ്റ്? ഷാറുഖ് ഖാൻ ആൻഡ് മോഹൻലാൽ, രണ്ടുപേരും കാണണം എനിക്ക്. കൺട്രി യു ലൈക്ക് ടു വിസിറ്റ് നെക്സ്റ്റ്? എനിക്ക് പോർച്ചുഗൽ വിസിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഹൗ ടു എൻജോയ് യുവർ ഓൺ കമ്പനി? അവർ ഓൺ കമ്പനി ഗൈസ്. നമുക്ക് നമ്മുടെ കമ്പനി ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരുടെയും കമ്പനി വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു വില വേണമല്ലോ. ആക്ച്വലി ഇഫ് യു ഡോണ്ട് എൻജോയ് അവർ ഓൺ കമ്പനി, നമുക്ക് വേറെ ആരുടെയും കമ്പനി അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. എനിക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പനി മാത്രമേ ഉള്ളൂ ഇപ്പം. ബിക്കോസ് അതുകൊണ്ട് എനിക്ക് അതിനൊരു വിലയുണ്ട്. അതും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഭ്രാന്തനായി പോകും ഗൈസ്. ബിക്കോസ് വേറെ ആരും ഉണ്ട്, എനിക്ക് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും. ഇപ്പോൾ എനിക്ക് കമ്പനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നത് എന്നെ ഇപ്പോൾ പുറത്ത് പോകണമെങ്കിലോ കറങ്ങണമെങ്കിലോ ആളുണ്ട്. പക്ഷേ അതല്ല ഗൈസ്, നമുക്ക് എപ്പോഴും അത് തോന്നൂല. ചില ആൾക്കാരത് നമ്മൾ പറയാതെ തന്നെ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നവരുണ്ട്. അതും ബിക്കോസ് ദേ നോ ഹൗ വി ആർ. അപ്പം അങ്ങനെയുള്ള സംഭവമുണ്ട്. ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ്? ഉമ്മ ഉണ്ടാക്കുന്നത് എനിക്ക് പ്രോൺസിൻ്റെ ഡിഷ് ഇഷ്ടമാണ്, ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്, മട്ടൻ ബിരിയാണി ഇഷ്ടമാണ്. മട്ടൻ ബിരിയാണി അടിപൊളിയാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. പ്രൊപ്പോസൽ എന്തെങ്കിലും വന്നിരുന്നോ ആഫ്റ്റർ സ്റ്റാർട്ടിങ് വ്ളോഗ്? റിയലി വിഷയിച്ച് സീ യു ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ലിവിങ് ഹാപ്പിലി വിത്ത് എ ഗേൾ ഇൻ യുവർ സെയിം വൈഫ്? ഇല്ല ഗൈസ്, എന്നെ ആരും പ്രപ്പോസ് ചെയ്യാനായിട്ട്. അതും വ്ളോഗ് തുടങ്ങിയതുകൊണ്ട് എന്നെ പ്രപ്പോസ് ഇത്രയും അടിച്ചു പൊളിച്ച് നടന്നപ്പോൾ ആർക്കും വേണ്ട. അപ്പോഴാണ് ഇനി വ്ളോഗ് തുടങ്ങിയിട്ട്. അതും
ഈ പ്രായത്തിൽ ഗൈസ് ഐ ഡോണ്ട് തിങ്ക് സോ. ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പം എന്തായാലും ഇല്ല ഗൈസ്, ആരുമില്ല, ആരും പ്രപ്പോസ് ചെയ്തില്ല വ്ളോഗ് കണ്ടിട്ട്. ലാസ്റ്റ് റീഡ് ചെയ്ത ബുക്ക് വായിക്കാറില്ല ഗൈസ്. വാട്ട് യു മിസ് മോസ്റ്റ് ഇൻ UAE ലൈഫ്? അവിടുത്തെ ഫുഡ്, അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അവിടുത്തെ ആ ഒരു എൻ്റെ ഒരു കോണ്ടാക്ട്സ്, എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നാണ് ഫാൻസ് മീറ്റപ്പ് വെക്കുക? ഈഗർലി വെയിറ്റിംഗ് ടു സീറ്റ് യു. 100K ആകുമ്പോൾ ഞാൻ വെക്കും ഗൈസ്. എന്തെങ്കിലും നമ്മൾ 100K അടിക്കുന്നു അന്ന് നമ്മൾ ഫാൻസ് മീറ്റപ്പ് സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നതായിരിക്കും. അതല്ലെങ്കിലും കാണും, പക്ഷേ ഞാൻ പറയുന്നത് അന്ന് നമുക്ക് കുറച്ച് ഒരു ഗ്രൂപ്പ് പോലെ കൂടി ഫുഡൊക്കെ അടിച്ച് ചില്ല് ചെയ്യാം ഗൈസ്. 100K അടിക്കട്ടെ, നിങ്ങളെല്ലാവരും കൂടെ ആഞ്ഞ് ശ്രമിച്ച് 100K ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാം. How can you explain your faith in your religion? I mean your devotion towards Allah. I feel asking because one who have faith in God only can live their life in this much calmness. Guys, എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലാണ്. അതിപ്പോൾ എല്ലാ ദൈവങ്ങളെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പം എൻ്റെ അമ്മ ആയാലും ശരി, ഷീ ബിലീവ്സ് ഇൻ ഓൾ റിലീജിയൻ. അപ്പം അങ്ങനെ ഒരു ഒറ്റ ഇതിലല്ല. അപ്പം ആ ഒരു സംഭവം എനിക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര വലിയ സംഭവമില്ല, ഓർത്തഡോക്സ് അത്രയും ഓർത്തഡോക്സ് അല്ല. സോ ബട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്. അതിപ്പം ഒരു ഗോഡ് എന്നുള്ളൊരു ആ ഒരു സംഭവം എന്തായാലും ഉണ്ട്, ആ ഒരു വിശ്വാസം എന്തായാലും ഉണ്ട്. ഏത്തിസ്റ്റ് ഒന്നുമല്ല. ആൻഡ് ഐ റെസ്പെക്റ്റ് ഓൾ റിലീജിയൻ. എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെയും ഭക്തിയും എല്ലാവരുടെയും ആ ഒരു ദൈവങ്ങളെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ഉണ്ട്, ഇഷ്ടമുണ്ട്, ഫോളോ ചെയ്യുന്നത്. പക്ഷേ കാംനെസ് ദൈവികമായിട്ടുള്ളതിലുള്ളതല്ല. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ സിറ്റുവേഷനിൽ നിന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന കാംനെസ്സാണ്. മനസ്സിലായല്ലേ? ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. പിന്നെ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ ചില റിലീജിയസ് സ്ഥലങ്ങളിലൊക്കെ പോകും, കുറച്ചൊക്കെ ഒരു പീസ്ഫുൾനെസ് കിട്ടാൻ വേണ്ടി. അത്യാവശ്യം നമുക്കൊരു വിശ്വാസം വരും, എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും എന്നുള്ളതിന് പോയി പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ഗൈസ്. ഇപ്പോൾ കാമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ വി ക്യാൻ ജസ്റ്റ് ആസ്ക് ഫോർ ഹെൽപ്പ്, അത്രേ ഉള്ളൂ. നമ്മളെ മെൻ്റലി ഒരു ധൈര്യം തരണേ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയെല്ലാം നമ്മളെ കയ്യിലാണ് ഇരിക്കുന്നത് ഗൈസ്, കാംനെസ് ആൻഡ് എവരിതിങ്. ഓക്കെ, വേറെ പ്രാവശ്യം എൻ്റെ അമ്മേ, നന്ദൻ പാമ്പുങ്കൽ. എന്തുകൊണ്ട് കാർത്തിക് സൂര്യയുടെ ശിഷ്യത്വം തേടി? എടാ, കാർത്തിക് സൂര്യയുടെ ശിഷ്യത്വം ഞാൻ തേടിയതല്ല, അത് സത്യം പറഞ്ഞാൽ അത് ഹാപ്പൻ ആയതാണ്. ബേസിക്കലി അവൻ ഇതേപോലെ തന്നെ, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്നുള്ള ഒരു ഇതിൽ അവൻ എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ആ വ്ളോഗ് തുടങ്ങിയത് സംഹൗ ഞാനത് പുറത്തിറങ്ങി, ഞാൻ പബ്ലിക്കലി വ്ളോഗിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചതാണ് എൻ്റെ ടിപ്സും ട്രിക്സും. പിന്നെ കാർത്തിക് ചെയ്യണതൊക്കെ കണ്ടു പഠിച്ചിട്ടും പിന്നെ കുറേയൊക്കെ ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു, ഇതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ ഇത് എഡിറ്റ് ചെയ്യണതിനെ പറ്റിയും ഷൂട്ട് ചെയ്യണതിനെ പറ്റിയും. ഇപ്പോൾ ഒരു ആദ്യത്തെ വ്ളോഗ് തന്നെ ഞാൻ അവൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചത്, നീ തന്നെ വരണം, ആ എഗ് പഫ്സ് കേൾക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ തന്നെ ഐഡിയ ഇട്ടിട്ട് ഞാൻ തന്നെ അവനെ പറഞ്ഞ്, അവൻ ബൈക്ക് എടുത്ത്, മഴ പെയ്തതൊന്നും നമ്മളെ കയ്യിലല്ലായിരുന്നു, പക്ഷേ ആ ഒരു സാധനം നല്ല രീതിയിൽ വർക്കായി. അപ്പം അവൻ തന്നെ പിന്നെ ഇരുന്ന് എനിക്ക് വോയിസ് ഓവർ ഇട്ടും എഡിറ്റ് ചെയ്തും എല്ലാം കാണിച്ചു തന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് വന്ന്, ഇങ്ങനെയൊക്കെ നമുക്കൊരു സാധനം ഇത്ര പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഒരു കണ്ടന്റ്. അപ്പം ബേസിക്കലി എല്ലാ രീതിയിലുള്ള പുഷും ഹി ഗേവ് മീ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ മറ്റേ ശിഷ്യത്വം ചോദിച്ച് അങ്ങോട്ട് പോയതല്ല, ഇത് ജസ്റ്റ് ഇറ്റ് ഹാപ്പൻഡ്. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ബിക്കോസ് ഹീ ഈസ് ദ നമ്പർ 1 വ്ളോഗർ ഇൻ കേരള. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു വ്ളോഗർ നമ്മളെ നാട്ടിലില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു കോൺഫിഡൻസും അവൻ ലൈഫിനെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ആൻഡ് എൻകറേജിങ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ശിഷ്യനായതാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ അവൻ്റെ ശിഷ്യനാവാമെന്ന് വിചാരിച്ചുകൊണ്ട് പോയതല്ല. ബിക്കോസ് അവൻ ആദ്യം എന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയതാണ്. അവൻ്റെ വ്ളോഗിൽ മറ്റേ ഫുഡ് അടിക്കാൻ പോയി പിന്നെ ഞാൻ എൻ്റെ ആ ഒരു ശിഷ്യത്വം സ്വീകരിച്ചതാണ്. മനസ്സിലായില്ലേ? ബിക്കോസ് അവനത് പറഞ്ഞു തരാനുള്ള നല്ല കഴിവുണ്ട്, അത് കാണിച്ചു തരാനുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്. അവൻ ആ ഒരു ഭയങ്കര നല്ലൊരു ടീച്ചറാണ് ഗൈസ്, അടിപൊളി ടീച്ചറാണ്. അവൻ നല്ല രീതിയിൽ ഒരു സാധനവും മറ്റേ ഒളിപ്പിച്ച് വെച്ചിട്ട് പറയണമല്ല, അവനത് കറക്റ്റ് കാര്യം പറഞ്ഞു തരും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വല്ല ട്രെയിനിങ് കോഴ്സോ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈനായിട്ട് ഇട്ടാൽ പോലും അത് വിറ്റുപോടെ, സീരിയസ്ലി. ബിക്കോസ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്ളോഗറാണ് അവൻ അതും വൺ ഓഫ് ദി ബെസ്റ്റ്. അപ്പോൾ അവനത് ഈസി ആയിട്ട് പറ്റും ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും. ഇപ്പം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ അവന് പറ്റിയിട്ടുണ്ട്. അത്ര നൈസായിട്ട് അവൻ നല്ല എന്തോ പറയല്ലോ, മടി പിടിച്ചിരുന്ന ഞാനാണ്.
ഇപ്പം ഇത്രയും വ്ളോഗും ചെയ്ത് അത്യാവശ്യം വീഡിയോസ് ഞാൻ ചെയ്തില്ല, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറയുന്ന അവനെ കൊണ്ട്, എന്നെ പോലുള്ള ഒരാളെ കൊണ്ട് ഇത്രയും വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ മേക്ക് എനിബഡി ഇൻസ്പയർഡ്, അല്ലെങ്കിൽ ആർക്ക് വേണോ ആ ഒരു സാധനം അവന് ചെയ്യിപ്പിക്കാൻ പറ്റും. മനസ്സിലായല്ലേ? സോ ആ ഒരു ഇതിൽ ഞാൻ ഒന്നും പറയൂല ഗൈസ്, ബിക്കോസ് ഹീ ഈസ് എ റിയലി ഗുഡ് ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിങ്ങൾ തന്നെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ ഗൈസ്. ശിഷ്യത്വം, അവൻ കുറേ ശിഷ്യന്മാരെയും കൂടെ എടുക്കാൻ പറയും. അവൻ്റെ ഒരു ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ Q&A കഴിഞ്ഞു ഗൈസ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വളരെ സെലക്റ്റീവായിട്ട് എടുക്കുന്നുള്ളൂ, ബാക്കി കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസും സംഭവങ്ങളും ഉണ്ട്. സോ ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു ഗൈസ്. നിങ്ങളാണ് എൻ്റെ ശക്തി, ഇപ്പം നിങ്ങളാണ് എൻ്റെ സന്തോഷം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കാരണം എനിക്കൊരു വാല്യൂ വന്നിട്ടുണ്ട്. ലൈക്ക് ഇത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ആൾക്കാർക്കും എൻ്റെ അടുത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാവർക്കും എന്താണ് എൻ്റെ അടുത്ത് ഇത്ര ഇഷ്ടം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും വരുന്നുണ്ട്. അതിന് ബേസിക്കലി നിങ്ങളുടെ ഈ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷനുമാണ് ഗൈസ്. അതുകൊണ്ട് ഇറ്റ് ഫീൽസ്, എന്താ പറയുമല്ലോ, എനിക്ക് വാക്കുകളൊന്നും ഇല്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ്, ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. ഇനി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ട്രാവൽ ഫിയറും ട്രാവൽ ചെയ്യാനുള്ള സംഭവങ്ങളും ഒക്കെ മാറ്റി ട്രാവൽ വ്ളോഗ്സ് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡിൻ്റെ അത് ഞാൻ കുറച്ച് ലിമിറ്റ് ചെയ്യും, കുറച്ച് ഹെൽത്തി ആയിട്ട് നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ ഒത്തിരി വാരി വലിച്ചൊന്നും ഞാൻ അല്ലെങ്കിലും കഴിക്കാറില്ല കഴിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞേ, കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഫുൾ ടൈം അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓക്കെ, നമുക്ക് സൺസെറ്റൊക്കെ വന്നു ഗൈസ്. വെളിച്ചമുണ്ടാകുന്നെങ്കിൽ അറിഞ്ഞൂടെ, ഞാൻ റെക്കോർഡ് ചെയ്തൊക്കെ എൻ്റെ മോന്ത കിട്ടുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് വാറ് കാണണം, എന്നിട്ട് എന്തോന്ന് വെപ്പൺസ് അങ്ങനെ എന്തോ ഒരു പടവും കൊള്ളാമെന്ന് തോന്നുന്നു. റേറ്റിംഗ് കണ്ടിട്ട് മറ്റേ നൈസ് പടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ കണ്ട് അതിൻ്റെ റിവ്യൂവും കൂടെ നോക്കാം ഗൈസ് ഇടാനായിട്ട്. സോ Q&A ഇത്രയേ ഉള്ളൂ. അടുത്ത Q&A മിക്കവാറും ഉടനെ വരുമായിരിക്കും. അപ്പം ഈ ഒരു സപ്പോർട്ട് നിങ്ങളെപ്പോഴും തരിക ഗൈസ്. ആൻഡ് ഐ ലവ് യു അ ലോട്ട് എല്ലാവരും, ഈച്ച് ആൻഡ് എവ്രി വൺ. എനിക്കറിയാം ഒരുപാട് മെസ്സേജ് വിട്ടുപോയിട്ടുണ്ട്, ബട്ട് എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രമാണ്. സോ കീപ് ലവിങ് മീ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഇതേ സ്നേഹം നിങ്ങളടുത്തും ഉണ്ടാവും, അത് ഒരിക്കലും മാറില്ല ഗൈസ്. ബിക്കോസ് ഇപ്പോഴത്തെ എൻ്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു ഇൻട്രാക്ഷനും ഈ ഒരു ചാനലും ഈ ഒരു ലൈഫുമാണ് ഗൈസ്. അത് തന്നതിന് ഗോഡ് ബ്ലെസ് ഈച്ച് വൺ ഓഫ് യു ഗൈസ്. താങ്ക് യു സോ മച്ച്.